إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കശ്ഫു ശുബുഹാത്ത് എന്ന് പറയുന്ന തൗഹീദുമായി ബന്ധപ്പെട്ട് അക്കാലഘട്ടത്തിലെ ശിർക്ക് ചെയ്യുന്ന മുസ്ലിം നാമധാരികളായ ആളുകൾ ഉന്നയിച്ച സംശയങ്ങൾക്കുള്ള മറുപടികളാണ്. അതിൽ സുപ്രധാനമായ ഒരു ചോദ്യം എന്ന നിലക്ക് 9ാമതായി അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ചോദ്യം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, അതിന്റെ ഒരു ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വായിച്ചിരുന്നു. അത് മുഴുവനായിട്ടില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിനുള്ള 1ാമത്തെ മറുപടിയും വളരെ ചുരുക്കി മാത്രം കഴിഞ്ഞ ക്ലാസ്സിലില്ലാത്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് സൂചിപ്പിക്കാൻ. അതായത്, മക്കയിലെ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാണ് ഇക്കാലഘട്ടത്തിലെ ഷഹാദത്ത് കലിമ ചെല്ലുകയും എന്നിട്ട് ശിർക്ക് ചെയ്യുകയും ഖബറിനെ ആരാധിക്കുകയും ചെയ്യുന്ന മുശ്രിക്കുകൾ. അതിന്റെ 3 വശങ്ങൾ അതിന്റെ മുമ്പുള്ള 2 ക്ലാസുകളിലായി വിശദീകരിച്ചിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഷെയ്ഖിനോട് ചില ആളുകൾ ചോദിച്ച ചോദ്യമാണ്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് അംഗീകരിക്കുന്നുണ്ട്, ഖുർആനിനെ അംഗീകരിക്കുന്നുണ്ട്, പരലോകത്തെ അംഗീകരിക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ജാഹിലിയത്തിലെ അറബികൾ, മുശ്രിക്കുകൾ ഈ സാക്ഷ്യവചനങ്ങൾ ചൊല്ലിയിട്ടില്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചിട്ടില്ല, ഖുർആനിൽ വിശ്വസിച്ചിട്ടില്ല, നമസ്കാരം പോലുള്ള ഇബാദത്തുകൾ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ അവർ നിർവഹിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് അവരെക്കാൾ കടുത്ത മുശ്രിക്കുകളായി ഞങ്ങൾ മാറുക? ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ എങ്ങനെ മുശ്രിക്കാകുന്നു എന്ന സംശയത്തിനുള്ള മറുപടികളാണ്. അതിലെ 1ാമത്തെ മറുപടിയായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്, ഒരാൾ പ്രവാചകനിൽ വിശ്വസിക്കുകയും പ്രവാചകൻ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിക്കുകയും, അല്ലെങ്കിൽ ഒരാൾ ഖുർആൻ അംഗീകരിക്കുന്നു, ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ നബിയെയും അംഗീകരിക്കുന്നു, ഖുർആനെയും അംഗീകരിക്കുന്നു, നമസ്കാരം നിഷേധിക്കുന്നു. ഇനി ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരാൾ, നമസ്കരിക്കുന്ന ഒരാൾ നോമ്പ് നിഷേധിക്കുന്നു. ഇനി ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരാൾ സക്കാത്ത് നിഷേധിക്കുന്നു. ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഒരാൾ സക്കാത്ത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും അംഗീകരിക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്നു, പക്ഷേ ഹജ്ജ് നിഷേധിക്കുന്നു. അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ച്, പരലോകത്തിൽ വിശ്വസിച്ച്, നമസ്കരിച്ച്, നോമ്പ് നോറ്റ്, സക്കാത്ത് കൊടുത്ത് ഹജ്ജ് മാത്രം നിഷേധിച്ചാൽ ഇപ്പറയുന്ന ആളുകളൊക്കെ അതിന് മുമ്പുള്ള എന്തുണ്ടെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ താഴെ വരുന്ന, അതിന്റെ ഭാഗമായി വരുന്ന ഈ പറയുന്ന ഇസ്ലാം കാര്യങ്ങൾ, അർക്കാനുൽ ഇസ്ലാം, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം നിഷേധിച്ചാൽ തന്നെ അവൻ കാഫറായിത്തീരുന്നു. അപ്പൊ കാഫറാകാൻ എല്ലാം കൂടി ഉണ്ടാകേണ്ട കാര്യമല്ല, ഏതെങ്കിലും ഒരു കാരണമുണ്ടായാൽ തന്നെ ഒരാൾ കാഫറാകും. അപ്പൊ നമസ്കരിക്കാത്തവൻ കാഫറാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് തൗഹീദില്ലാത്തവൻ കാഫറാകാതിരിക്കുക? നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ നിർവഹിക്കുന്ന ഒരാൾ അതിന്റെ മുമ്പേ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കാര്യം നിർവഹിക്കാതിരുന്നാൽ പിന്നെ അയാൾ എങ്ങനെ മുസ്ലിമാണെന്ന് പറയാൻ പറ്റും? കാരണം അതിന്റെ ഒക്കെ താഴെ വരുന്നതാണല്ലോ നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക എന്നൊക്കെയുള്ളത് തൗഹീദുള്ള ആളുകൾക്ക് ഉണ്ടാകേണ്ടതാണ്. അപ്പൊ തൗഹീദ് തന്നെ അല്ലെങ്കിൽ പിന്നെ അടിസ്ഥാനം തന്നെ പോയി. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വായിച്ചു വെച്ചിട്ടുള്ളത്. ആ 1ാമത്തെ മറുപടിയുടെ തന്നെ ബാക്കി ഭാഗം കുറച്ചുകൂടി ഉണ്ട്. ഒമൻ അഖറ ബിഹാദാ കുല്ലിഹി വജഹദൽ ബഅസ ഖഫറ ബിൽ ഇജ്മാ. ഇനി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാൾ അംഗീകരിച്ചു, അതായത് നബിയെ അംഗീകരിച്ചു, നമസ്കരിച്ചു, നോമ്പ് നോറ്റു, സക്കാത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്തു, എല്ലാം അംഗീകരിക്കുന്നു. വജഹദൽ ബഅസ, എന്നാൽ ഒരാൾ പറയാണ് മരണത്തിന് ശേഷം ഇനിയൊരു ജീവിതമില്ല. ബാക്കിയൊക്കെ അയാൾ അംഗീകരിക്കുന്നു. മരണശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ് നിഷേധിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഖഫറ ബിൽ ഇജ്മാ, മുസ്ലിം ഉമ്മത്തിന്റെ പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായമനുസരിച്ച് അവൻ കാഫറായി. അപ്പൊ അള്ളാനെ മാത്രം ആരാധിച്ചിട്ടും നബി പറഞ്ഞതൊക്കെ ചെയ്തിട്ടും കാര്യമല്ല. എന്ത് നിഷേധിച്ചു? പരലോകത്തെ മരണശേഷമുള്ള ജീവിതത്തെ നിഷേധിച്ചാൽ കാഫറായി. അപ്പൊ കാഫറാകാൻ ഇവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടില്ലേ? ഉണ്ട്. മുഹമ്മദ് റസൂൽ ചൊല്ലിയിട്ടില്ലേ? ഉണ്ട്. ബാക്കിയൊക്കെ അംഗീകരിക്കുന്നുണ്ടല്ലേ? എല്ലാം ചെയ്യുന്നില്ലേ? ഒക്കെ ഉണ്ട്. പക്ഷേ മരണത്തിന് ശേഷം ഒരു ജീവിതമല്ല എന്ന് പറഞ്ഞാൽ കാഫറായി. അപ്പൊ പിന്നെ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ താല്പര്യം എന്താ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അപ്പൊ അത് നിഷേധിച്ചവൻ അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്നവൻ പിന്നെ എങ്ങനെയാണ് കാഫറാകാതിരിക്കുക?
അതാണ് ചോദ്യം. വഹല്ല ദമുഹു വമാലുഹു. ഇങ്ങനെ കാഫറായിത്തീരുന്ന ഏതെങ്കിലും നിർബന്ധമായി വിശ്വസിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഒരുത്തൻ കാഫറായിത്തീരും എന്ന് മാത്രമല്ല അവന്റെ രക്തവും അവന്റെ ധനവും അനുവദനീയമായി തീരും. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവൻ മുർത്തദ്ദായവനെ കൊല്ലണം. അതാണ് ഹല്ല ദമുഹു വമാലുഹു. അവന്റെ രക്തം അനുവദനീയമാണെന്നാൽ ഇവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹിയും ചൊല്ലിയിട്ടുണ്ട്, നിസ്കാര നോമ്പൊക്കെ ഉണ്ട്. പക്ഷേ അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന്, നേരത്തെ പറഞ്ഞ ഓരോന്നോരോന്ന് പറഞ്ഞല്ല, അതിൽ ഏതെങ്കിലും ഒന്ന്, അവസാനം പറഞ്ഞത് ബഅസിനെ, മരണശേഷമുള്ള ജീവിതത്തെ നിഷേധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരുത്തൻ നിഷേധിച്ചു കഴിഞ്ഞാൽ നമസ്കാരമോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ബഅസോ ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ അവൻ കാഫറായി. കാഫറായാൽ അവന്റെ രക്തം അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലാം. രക്തം അനുവദനീയം എന്നാൽ അവന്റെ രക്തം എടുത്ത് കുടിക്കാന്നല്ല, അവനെ കൊല്ലൽ അനുവദനീയമാണ്. ഒമാലുഹു, അവൻ മുസ്ലിം ആയതിനു ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളാണ്, അപ്പോൾ അവന് മുർത്തദ്ദാണ്. അതുകൊണ്ട് അവന്റെ ധനം പിടിച്ചെടുക്കാം ഭരണകൂടത്തിന്, നമ്മോടല്ല, ഇസ്ലാമിക ഭരണകൂടത്തിന് ചെയ്യാം. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞത് പ്രകാരം, ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസുലിഹി വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസുലിഹി വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദ് വയുരീദൂന അൻ യത്തഖിദൂ ബൈന ദാലിക സബീല. സൂറത്തുൻ നിസാ 150 ആയത്. എന്താണ് അല്ലാഹു പറയുന്നത്? ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസുലിഹി, അല്ലാഹുവിനെയും അവന്റെ ദൂതന്മാരെയും നിഷേധിക്കുന്ന ആളുകൾ, വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസുലിഹി, അല്ലാഹുവിനെയും അല്ലാഹുവിനും അവന്റെ റസൂലുകൾക്കുമിടയിൽ വേർപിരിക്കാൻ, വ്യത്യാസം വരുത്താൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന കാഫറുകൾ. അപ്പൊ അല്ലാഹുവിനെയും റസൂലിനെ നിഷേധിക്കുക, ഇനി അല്ലാഹുവിനും പ്രവാചകനും ഇടയിൽ വേർപിരിക്കാൻ, വ്യത്യാസം കൽപ്പിക്കാൻ ഉദ്ദേശിക്കുക, അങ്ങനൊക്കെ ചെയ്യുന്ന കാഫറുകൾ വയഖൂലൂന, അവർ പറയുന്നു, നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദിൻ, ഞങ്ങളെല്ലാം അംഗീകരിക്കൂല, ഞങ്ങൾ ചിലത് വിശ്വസിക്കുന്നു, ചിലത് ഞങ്ങൾ അവിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നു, മുഹമ്മദ് റസൂൽ അംഗീകരിക്കുന്നില്ല. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലെ അംഗീകരിക്കുന്നു, എന്നാൽ നിസ്കാരം അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഓരോന്നും ആവർത്തിക്കേണ്ടതില്ല. ചിലത് ഞങ്ങൾ അംഗീകരിക്കും, ചിലത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ചിലത് ഞങ്ങൾ വിശ്വസിക്കുന്നു, ചിലത് അവിശ്വസിക്കുന്നു. അപ്പൊ ഇതാരെക്കുറിച്ചാ പറയുന്നത്? തുടക്കം തന്നെ എന്താ? ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസുലിഹി എന്ന് പറഞ്ഞിട്ടാണ് വയഖൂലൂന, അള്ളാഹുവിലും പ്രവാചകനിലും അവിശ്വസിക്കുകയും അള്ളാഹുവിനും പ്രവാചകന്മാർക്കും ഇടയിൽ വേർതിരിവ് വരുത്താൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന ആളുകൾ വയഖൂലൂന, അവർ പറയുകയും ചെയ്യുന്നു, എന്ത്? ഞങ്ങൾ എല്ലാം അംഗീകരിക്കുകയില്ല, കുറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു, കുറച്ച് വിശ്വസിക്കുകയില്ല. വയുരീദൂന അൻ യത്തഖിദൂ ബൈന ദാലിക സബീല, ഇത് രണ്ടിനും ഇടയിൽ, ഇപ്പറഞ്ഞതിനിടയിൽ മറ്റൊരു മാർഗം സ്വീകരിക്കാനും അവർ ഉദ്ദേശിക്കുന്നു. അപ്പൊ എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ കാഫിറുകൾ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാ? ഫൈദാ കാന അല്ലാഹു തആല ഖദ് സ്വറഹ ഫീ കിതാബിഹി അന്ന മൻ ആമന ബിബഅദിൻ വകഫറ ബിബഅദിൻ വഹുവ കാഫിറുൻ ഹഖൻ. അല്ലാഹു അവന്റെ കിതാബിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞു, ചിലത് വിശ്വസിക്കുകയും ചിലത് അവിശ്വസിക്കുകയും ചെയ്യുന്നവൻ വഹുവ കാഫിറുൻ ഹഖൻ, അവൻ ഹക്കായി യഥാർത്ഥത്തിൽ അവൻ കാഫറാകുന്നു. അപ്പൊ ഈ ആയത്ത് ഇവിടെ കൊണ്ടുവന്നത്, ഒരാൾ കാഫറാകാൻ എല്ലാം നിഷേധിക്കണമെന്നില്ല. ഒരാൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടുന്ന ഏതെങ്കിലും ഒരു കാര്യം നിഷേധിച്ചാൽ തന്നെ അവൻ കാഫറായി തീർന്നു. അതിന് ഖുർആനിൽ തന്നെ തെളിവുണ്ട്. ഞങ്ങൾ ചിലത് അംഗീകരിക്കുന്നു, ചിലത് അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞവർ കാഫറുകളാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ ചർച്ച ചെയ്ത് തരുന്ന വിഷയത്തിലേക്ക് പോയാൽ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹു ഉണ്ട്, അള്ളാഹുവാണ് ലോകം പടച്ചത്, ഇനി മുദബ്ബിറുൽ ആലവും അള്ളന്നാണ്, അത് സിയമടവർ ഏൽപ്പിക്കില്ല, അള്ളാഹ് തന്നെ. പിന്നെ നബി അംഗീകരിക്കുന്നു, നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് പരലോകം എല്ലാ വിശ്വാസമുണ്ട്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരുത്തൻ അതിന്റെ അനിവാര്യ ഫലമായി, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ താല്പര്യം എന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത് ഒരാൾ നിഷേധിക്കുകയോ അതിനെതിരാകുന്ന തരത്തിൽ പ്രവർത്തിച്ചോളന്നില്ല, വിശ്വസിച്ചാലും മതി. അള്ളാഹു അല്ലാതെ ആരാധിക്കാൻ ആളുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ, ചെയ്തിട്ടില്ലെങ്കിലും കാഫറാവും. സാലത്ത് ഹാദിഹി ശുബ്ഹ, ഈ ആയത്തിൽ പറഞ്ഞ ഇക്കാര്യം ചിലത് നിഷേധിച്ചാൽ തന്നെ കാഫറായി എന്ന കാര്യം മനസ്സിലാക്കുന്നതിലൂടെ ഈ സംശയം നീങ്ങിപ്പോയി. ഏത് സംശയം? എന്താ അവിടെ സംശയം പറഞ്ഞത്? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നു, 2 സാക്ഷ്യങ്ങൾ ചൊല്ലിയവരാണ്, നമസ്കരിക്കുന്നവരാണ്, ഖുർആൻ അംഗീകരിക്കുന്നവരാണ്, പരലോകം അംഗീകരിക്കുന്നവരാണ്, ഇതൊക്കെ ഞങ്ങൾ ചെയ്യണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളെ ജാഹിലിയത്തിലെ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകൾ എന്ന് പറയുക? സംശയം നീങ്ങി. എന്താ? അള്ളാഹുവിന്റെ ആയത്ത് എല്ലാം കൂടി നിഷേധിക്കണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ തന്നെ കാഫറായി. മാത്രമല്ല ഇവിടെ പറഞ്ഞ തൗഹീദുള്ള നബിയിൽ വിശ്വസിച്ച ഒരാൾ ചെയ്യേണ്ട അതിന്റെ താഴെ വരുന്ന കാര്യമാണ് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നൊക്കെ പറയുന്നത്. അനുഷ്ഠാന വിഷയങ്ങളാണ്. അനുഷ്ഠാന വിഷയങ്ങളിൽ ഒന്ന് തന്നെ നിഷേധിച്ചാൽ ഒരുത്തൻ കാഫറാകുമെങ്കിൽ
വിശ്വാസകാര്യം തന്നെ നിഷേധിച്ചാൽ അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിച്ചാൽ പിന്നെ എങ്ങനെയാണ് കാഫറും മുശ്രിക്കുമാകാതിരിക്കുക? അപ്പൊ ഒരു സംശയവുമില്ല, വളരെ വ്യക്തമായ കാര്യമാണ്. വഹാദിഹി ഹിയല്ലത്തി ദക്കറഹാ ബഅദു അഹ്ലിൽ അഹ്സാ ഫീ കിതാബിഹി അല്ലദീ അർസല ഇലൈന എന്നൊരു ശൈഖ് പറയാൻ ഇപ്പറയുന്ന കാര്യം. ഏത് പറയുന്ന കാര്യം? ഇവിടെ ഉന്നയിച്ചിട്ടുള്ള സംശയം, ഞങ്ങൾ എങ്ങനെ കാഫറുകളാകും, ഞങ്ങൾ ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടല്ലോ, പിന്നെങ്ങനെ ഞങ്ങൾ മുശ്രിക്കുകളാകുക എന്ന കാര്യം അഹ്സാകാരിൽപ്പെട്ട ചില ആളുകളിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള കത്തിൽ ഇക്കാര്യമുണ്ട്. അപ്പൊ അത് ശേഷി വെറുതെ പറയുന്നതല്ല. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ പല പ്രദേശങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രബോധനം എവിടെയൊക്കെ എത്തിയോ അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ കത്തെഴുതി ചോദിക്കുന്നു, കാണുന്ന ആളുകൾ നേരിട്ട് ചോദിക്കുന്നു സംശയങ്ങൾ. ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. അപ്പൊ അദ്ദേഹം പറയാൻ അഹ്സാകാരിൽ നിന്ന് ഒരാളിൽ നിന്ന് വന്ന കത്തിൽ ഈ കാര്യമുണ്ട്. അഹ്സാ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ പിന്നെ ദമാമ് കഴിഞ്ഞ് കോബാറും കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഒരു മണിക്കൂർ 2 മണിക്കൂർ എടുത്ത് യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് അഹ്സ. അൽ ഹസ എന്നാ പറയാ. അൽ ഹസ ശരിക്കും അൽ ഹസ എന്ന് പറഞ്ഞാൽ ബോർഡുമലൊക്കെ കാണാം, റോട്ടിൽ കാണുന്ന ബോർഡുമലൊക്കെ അൽ അഹ്സാ എന്നാണ് ശരിക്കും ഹദീസിലൊക്കെ വന്നൊരു വാക്കാണ്. അപ്പോ അൽ ഹസ എന്നറിയപ്പെടുന്നത് അൽ അഹ്സാ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നേരത്തെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഇപ്പടുത്ത് ഈ സൗദിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണത്തിന്റെ ഭാഗമായി ആ പള്ളി കണ്ടെടുക്കുകയും അത് പുതുക്കി പണിത് കൊണ്ടിരിക്കുകയും ചെയ്യാൻ. മദീന കഴിഞ്ഞാൽ പിന്നെ ജുമാ നടന്നിട്ടുള്ള, മദീനക്ക് പുറത്ത് ആദ്യമായി ജുമാ നടന്ന സ്ഥലം ഈ അഹ്സായിലെ ഒരു പള്ളിയാണ്. അതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, അവിടെ ഒരു പള്ളിയുണ്ട് അങ്ങനത്തെ. അപ്പൊ ആ അഹ്സാകാരിൽ നിന്ന് വന്ന സംശയത്തിനാണ് ഈ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി 8 മറുപടികൾ ഈ ഒരൊറ്റ ചോദ്യത്തിന് ശൈഖ് പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞു, ഇവിടെ ഈ പറയാൻ പോകുന്ന ഈ ചോദ്യം, സംശയം അഅ്ളമു ശുബഹിഹിം, ശിർക്ക് ചെയ്യുന്ന ഖുബൂരികളുടെ ഏറ്റവും ഗുരുതരമായ സംശയമാണ്. അതുകൊണ്ട് ഇനി ചെവി കൊടുത്ത് മറുപടി കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് വായിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഷെയ്ഖിന്റെ കാലഘട്ടത്തിൽ ചോദിച്ച ചോദ്യമാണെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിലെ ഖുബൂരികൾ നമ്മോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ മുസ്ലിങ്ങളെ കാഫറാക്കിയെന്ന മുഹമ്മദ് അൽ വഹാബ് മുസ്ലിങ്ങളെ കാഫറാക്കി, മുശ്രിക്കാക്കി. അതേ കാര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മോട് ചോദിക്കുന്നുണ്ട്. വഹാബികൾ മുസ്ലിങ്ങളെ കാഫറാക്കുന്നു മുഹമ്മദ് അൽ വഹാബിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട്. കാരണം ഞങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിയവരാണ്, നബി അംഗീകരിക്കുന്നവരാണ്, ഖുർആൻ വിശ്വസിച്ചവരാണ്, പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ മുസ്ലിങ്ങളല്ലേ, ഇത് ചൊല്ലിയ മുസ്ലിങ്ങളെ നിങ്ങൾ എങ്ങനെ കാഫറാക്കും എന്ന് ഖുബൂരികളുടെ ചോദ്യം. അതേ ചോദ്യം നമ്മുടെ മുജാഹിദുകളും പിന്നെ ചില സലഫികൾ എന്ന് പറയുന്ന ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയ, ഖുർആൻ അംഗീകരിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന, നമസ്കരിക്കുന്ന, നോമ്പ് വെൽക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെ എങ്ങനെയാണ് മുശ്രിക്ക് എന്ന് പറയുക? അപ്പൊ 2 കൂട്ടർക്കുള്ള മറുപടിയാണ്. ഖുബൂരികൾക്കും ഖുബൂരികളെ മുസ്ലിങ്ങളാക്കാൻ ശ്രമിക്കുന്നവർക്കുമുള്ള മറുപടിയാണ്. ഇനി രണ്ടാമത്തെ മറുപടി എന്താ? വയുഖാലു ഇദാ കുൻത തുഖിറു അന്ന മൻ സദ്ദഖ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഷൈഇൻ വജഹദ വുജൂബ സ്വലാത്തി ഫഹുവ കാഫിറുൻ ഹലാലുദ് ദമി വൽ മാലി ബിൽ ഇജ്മാ. ഒരാൾ നബിയെ ഒരു കാര്യത്തിൽ സത്യപ്പെടുത്തുകയും എന്നാൽ നമസ്കാരം നിഷേധിക്കുകയും ചെയ്തവൻ കാഫറാണ്, അവന്റെ രക്തവും ധനവും അനുവദനീയമാണ് എന്നത് ഏകകണ്ഠമായി അംഗീകരിക്കപ്പെട്ട വിഷയമാണ് എന്ന് നീ മനസ്സിലാക്കിയാൽ, അംഗീകരിക്കുന്നുവെങ്കിൽ, മരണത്തിന് ശേഷമുള്ള ജീവിതം എന്നതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുത്തൻ അംഗീകരിച്ചാൽ, അതുപോലെ തന്നെ ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരാൾ റമദാനിലെ നോമ്പ് നിർബന്ധമാണ് എന്നതിനെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ റമദാനിലെ നോമ്പടക്കം എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയും മറ്റൊന്ന് നിഷേധിക്കുകയും ചെയ്താൽ, വലാ തഖ്തലിഫുൽ മദാഹിബു ഫീഹി വഖദ് നതഖ ബിഹി അൽ ഖുർആനു കമാ ഖദ്ദംന. എല്ലാ മദ്ഹബുകളും, അതായത് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി അങ്ങനെയുള്ള എല്ലാ മദ്ഹബുകളും എല്ലാ വീക്ഷണക്കാരും അഭിപ്രായ വ്യത്യാസമില്ലാതെ അംഗീകരിക്കുകയും നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിലേതെങ്കിലും ഒന്ന് അംഗീകരിച്ചാൽ കാഫറാകുമെന്നത്. അപ്പൊ അത് മുസ്ലിം ലോകത്ത് തർക്കല്ല. സമസ്തക്കാരനോട് ചോദിച്ചാൽ സമസ്തക്കാരൻ എന്താ പറയുക? നമസ്കരിക്കാത്തവൻ മുസ്ലിമാണെന്ന് ചോദിച്ചാൽ കാഫറാണ്. ഒരാൾ റമദാനിൽ നോമ്പ് നോൽക്കേണ്ടതില്ല എന്ന് വാദിക്കുന്നു, അവന്റെ വിധി എന്താന്ന് വെച്ചാൽ കാഫറാണ്. സമസ്തക്കാരൻ തർക്കല്ല, മുജാഹിദീങ്ങൾക്കും തർക്കല്ല, ഈ പറയുന്ന സൂപ്പർ സെൽഫികൾ എന്ന് പറയുന്ന ആളുകൾക്കും തർക്കല്ല, അവൻ കാഫറാണ്. ഫമഅലൂമുൻ, ഇതൊക്കെ അംഗീകരിക്കുന്നുവെങ്കിൽ, ഫമഅലൂമുൻ അന്ന തൗഹീദ ഹുവ അഅ്ളമു ഫരീളതൻ ജാഅ ബിഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ അറിയപ്പെട്ട കാര്യമാണ് എന്ത്? തൗഹീദ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നിട്ടുള്ള നിർബന്ധ കാര്യങ്ങളിൽ ഏറ്റവും മഹത്തായ കാര്യമാകുന്നു. വഹുവ അഅ്ളമു മിനസ് സ്വലാത്തി വസ്സകാത്തി വസ്സൗമി വൽ ഹജ്ജി. നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് എന്നിവയെക്കാളൊക്കെ മഹത്തരമായ കാര്യമാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഫകൈഫ ഇദാ ജഹദൽ ഇൻസാനു ശൈഅൻ മിൻ ഹാദിഹിൽ ഉമൂരി കഫറ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ തൗഹീദിന്റെ താഴെയുള്ള അല്ലെങ്കിൽ തൗഹീദുള്ള ആൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന
നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നീ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചവൻ കാഫറാവുകയും, ഇതിലേതെങ്കിലും ഒന്ന് നിഷേധിക്കുന്നു, വലോ അമില ബികുല്ലി മാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് നിഷേധിക്കുന്നു, മറ്റെല്ലാ കാര്യങ്ങളും ഒരാൾ ചെയ്യുന്നു, എന്നാലും അവൻ കാഫറാകുമെങ്കിൽ, പറഞ്ഞു മനസ്സിലല്ലേ, എല്ലാം ചെയ്യുന്നു, ഒരു കാര്യം മാത്രം അത് ഇസ്ലാമിലില്ല, അല്ലെ ഞാൻ ചെയ്യൂല, അത് നിർബന്ധമല്ല എന്നൊരുത്തൻ വാദിച്ചാൽ കാഫറാകുമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, ഇത് ഖുബൂരിനുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ഈ ശിർക്ക് ചെയ്യുന്നവൻ മുസ്ലിമാണെന്ന് വാദിക്കുന്നവരുള്ള ചോദ്യമാണ്. അപ്പൊ മുജാഹിദിനോട് ചോദിച്ചാലും അവനെന്താ പറയാ, നിസ്കരിക്കാത്തവൻ മുസ്ലിമാണോ ചോദിച്ചാൽ അല്ലാന്നറിയും. ഒരാൾ നോമ്പ് നോൽക്കില്ല എന്നുള്ളതല്ല, നോമ്പ് ഇല്ല എന്ന് പറയാം, നോമ്പിനെ നിഷേധിക്കുക. നിസ്കാരം പോലെയല്ല നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്ന് പറയുന്നത്. ഒരുത്തൻ നമസ്കരിക്കാതെ ഇരുന്നാൽ കാഫറാവും. എന്നാൽ നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നുള്ളത് ഒരാൾ കൊടുത്തിട്ടില്ലെങ്കിൽ കാഫറാവോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടെ തർക്കമുണ്ട്. അത് രണ്ടും രണ്ടാണ്. നോമ്പ് നോൽക്കേണ്ടതില്ല എന്നിടത്തും പറയാം, ഓൻ കാഫറാണ്, അതിൽ തർക്കമല്ല. സക്കാത്ത് കൊടുക്കേണ്ടതില്ല, കാഫറാണ്. ഹജ്ജ് ചെയ്യേണ്ടതില്ല, ഇസ്ലാമിൽ അങ്ങനല്ല, ഓൻ കാഫറാണ്. നേരെ മറിച്ച് ഒരുത്തൻ നോമ്പ് നോൽക്കണില്ല, നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് പക്ഷെ നോൽക്കണില്ല, സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് പക്ഷെ കൊടുക്കുന്നില്ല, ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് പക്ഷെ ഹജ്ജ് ചെയ്യുന്നില്ല, അത് നമസ്കാരം ഒഴിവാക്കിയ ആളെ പോലെ കാഫറാകുമല്ലേ എന്നുള്ളതിൽ തർക്കമുണ്ട്. അതിൽ പ്രബലമായ അഭിപ്രായം നമസ്കാരം ഒഴിവാക്കിയവനെ കാഫറാവുള്ളൂ, മറ്റോൻ പാപിയാണ്, മഹാപാപം ചെയ്തവനാണ്, പക്ഷെ കാഫറാകും എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുജാഹിദിനോട് ചോദിച്ചാലും നോമ്പ് നോൽക്കേണ്ടതില്ല, നോമ്പ് തന്നെ ഇസ്ലാമിലില്ല എന്ന് പറയുന്നവൻ മുസ്ലിമാണെന്ന് വെച്ചാൽ മുസ്ലിം അല്ലാന്നേ പറയുള്ളൂ. അപ്പൊ അത് അംഗീകരിക്കുന്ന ഒരാൾ എന്തുകൊണ്ടാണ് അതിനേക്കാൾ മഹത്തായ തൗഹീദിനെ തന്നെ നിഷേധിക്കുന്ന ഒരുത്തൻ, ആ തൗഹീദ് എന്ന് പറഞ്ഞാൽ വൈദാ ജഹദ തൗഹീദ് അല്ലദീ ഹുവ ദീനുർ റസൂലി കുല്ലിഹിം, തൗഹീദ് എന്ന് പറയുന്നത് ലോകത്ത് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരുടെയും ദീനാണ് തൗഹീദ്. കാരണം എന്താ, എല്ലാ പ്രവാചകന്മാരും വന്നത് എന്തിനാ? തൗഹീദ് പഠിപ്പിക്കാനാണ്. തൗഹീദ് പഠിപ്പിക്കാനല്ലാതെ ഒരു നബിയും വന്നിട്ടില്ല. അപ്പൊ എല്ലാ പ്രവാചകന്മാരും വന്നതിന്റെ ലക്ഷ്യമായ തൗഹീദ് എന്ന് പറയുന്ന ദീനിന്റെ അടിസ്ഥാനത്തെ നിഷേധിക്കുന്ന ഒരുത്തൻ ലാ യക്ഫുർ, പിന്നെ എങ്ങനെയാണ് അവൻ കാഫറാവുകയില്ല എന്ന് പറയുക? തൗഹീദിന്റെ താഴെയുള്ള നമസ്കാരം നിഷേധിച്ചാൽ കാഫറാകുന്നു, നോമ്പ് നിഷേധിച്ചാൽ കാഫറാകുന്നു, സക്കാത്ത് നിഷേധിച്ചാൽ കാഫറാകുന്നു, ഹജ്ജ് നിഷേധിച്ചാൽ കാഫറാകുന്നു, മരണശേഷമുള്ള ജീവിതത്തെ നിഷേധിച്ചാൽ കാഫറാകുന്നു എന്ന് അംഗീകരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അതിനേക്കാളൊക്കെ മഹത്വരമായ ദീനിന്റെ അടിസ്ഥാനമായ തൗഹീദ് നിഷേധിച്ചവൻ കാഫറാവുകയില്ല എന്ന് പറയുക? ഇത് നമ്മൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഈ ചോദ്യം ചോദിക്കുന്ന ഖുബൂരിയോടും ഖുബൂരി മുസ്ലിമാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില മുജാഹിദുകളും സലഫികൾ എന്ന് പറയുന്ന ആളുകളോടും ചോദിക്കേണ്ട ചോദ്യമാണ്. എന്നൊരു ശേഖ് പറയാണ്, സുബ്ഹാനല്ലാഹ് മാ അഅജബ ഹാദൽ ജഹൽ. സുബ്ഹാനല്ലാഹ് അവിടെ ദിക്റല്ല, സുബ്ഹാനല്ലാഹ് എന്നുള്ളത് ആശ്ചര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ചെല്ലും. ഉമർ മൗലവിന്റെ സംസാരത്തിലാണ് സുബ്ഹാനല്ലാഹ്, എന്താണ്, എന്തൊരു അത്ഭുതം എന്നർത്ഥത്തിലാണ്. സുബ്ഹാനല്ലാഹ് മാ അഅജബ ഹാദൽ ജഹൽ, എത്ര ആശ്ചര്യകരമായ അത്ഭുതകരമായ വിവരക്കേടാണിത്. ഏത്? നിസ്കരിക്കാത്തൊരുത്തൻ കാഫറാകുമെന്ന് പറയുകയും തൗഹീദിനെ നിഷേധിച്ചവൻ മുസ്ലിമാണെന്ന് പറയുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ തൗഹീദിനെ നിഷേധിച്ച ശിർക്ക് ചെയ്യുന്നവൻ മുസ്ലിമാണെന്ന് പറയുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നവൻ മുശ്രിക്കാവുകയില്ലെന്ന് പറയുന്നത് എത്ര വലിയ അന്തക്കേടാണ്. തൗഹീദ് ഉണ്ടായിട്ടില്ലേ, ഉള്ളവനല്ലേ നിസ്കരിച്ചിട്ട് കാര്യമുള്ളൂ. നിസ്കരിക്കാത്തവൻ കാഫറാന്നറിയാം, തൗഹീദ് ഇല്ലാത്ത മുസ്ലിമാണെന്നറിയാം. അതാണ് സുബ്ഹാനല്ലാഹ് മാ അഅജബ ഹാദൽ ജഹൽ, എത്ര വലിയ അന്തക്കേട്. അന്തക്കേട് പറയൂലേ, അല്ലേ, ചെറുക്കേട്, ജഹലാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ച ആളിൽ ഉണ്ടാകേണ്ടുന്ന, തൗഹീദിന്റെ അനുബന്ധമായി ഉണ്ടാകേണ്ടുന്ന വിഷയങ്ങളിൽപ്പെട്ടതാണ്. ഈ അനുബന്ധങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം നിഷേധിച്ചാൽ കാഫറാകുമെങ്കിൽ ഒരു സംശയവുമില്ലാതെ മനസ്സിലാകേണ്ടുന്ന കാര്യമാണ് അടിസ്ഥാനമാകുന്ന തൗഹീദ് തന്നെ നിഷേധിച്ചവൻ, അല്ലെങ്കിൽ തൗഹീദിനെ വിട്ട് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന, ശിർക്ക് ചെയ്യുന്ന, ഖബറിലുള്ള മരിച്ചു കിടക്കുന്ന ആളുകളോട്, ഔലിയാക്കന്മാരോട്, നബിമാരോട്, മലക്കുകളോട്, ഭ്രാന്തന്മാരോട് ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ മുശ്രിക്കാകും, കാഫറാകും എന്നത് ഒരു തർക്കവുമില്ലാതെ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാകുന്നു. പല പണ്ഡിതന്മാരും ഈ വിഷയം, ഏത് നമസ്കാരം, പിന്നെ അതുപോലെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ് അതുപോലുള്ള കാര്യങ്ങൾ നിഷേധിച്ചവരൊക്കെ കാഫറുകളാണ് എന്നത് ഇജ്മാ ഉള്ളതാണ് എന്ന് പറഞ്ഞതിന് പല പണ്ഡിതന്മാരെയും പേരുകൾ മറ്റു ചില വിശദീകരണ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചത് കാണാം. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി, അതുപോലെ തന്നെ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി, ഇബ്നു അബ്ദുൽ ബർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ കഫറ ബിൽ ഇജ്മാ, തർക്കല്ല ആർക്കും. നമസ്കാരം നിഷേധിച്ചവൻ, നോമ്പ് നിഷേധിച്ചവൻ, ഹജ്ജ് നിഷേധിച്ചവൻ, സക്കാത്ത് നിഷേധിച്ചവൻ കാഫറാണോ ഇല്ലേ എന്നതിൽ തർക്കമില്ല, അവൻ കാഫറാണെന്ന് ഉറപ്പാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അതിന്റെ ഒക്കെ അടിസ്ഥാനമായ
തൗഹീദ് നിഷേധിക്കുന്ന, തൗഹീദിനെതിരായി ശിർക്ക് ചെയ്യുന്നവൻ കാഫറാകാതിരിക്കുക, മുശ്രിക്കാകാതിരിക്കുക. വയുഖാലു അയ്ളൻ, മൂന്നാമത്തെ മറുപടി ലിഹാഉല, ഈ ആളുകളോട്. ഏതാളുകളോട്? നേരത്തെ ചോദിച്ച ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനങ്ങൾ അംഗീകരിച്ച് നമസ്കരിച്ച് നോമ്പുവെച്ച് സക്കാത്ത് കൊടുത്ത് ഹജ്ജ് ജീവിക്കുന്ന ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ മുശ്രിക്കെന്ന് പറയും? മക്കത്താളുകൾ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ മുശ്രിക്കാവുക എന്ന് ചോദിക്കുന്നവർക്കുള്ള മൂന്നാമത്തെ മറുപടി, അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതലു ബനി ഹനീഫ വഖദ് അസ്ലമു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ മറുപടി വാക്കല്ല, ഇത് ചരിത്ര സംഭവമാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ബനൂ ഹനീഫ ഗോത്രക്കാരോട് യുദ്ധം ചെയ്തു. ബനൂ ഹനീഫ ഗോത്രക്കാർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മുസ്ലിങ്ങളായ ആളുകളാണ്. നബിന്റെ കൂടെ മുസ്ലിമായ സഹാബത്തിൽപ്പെട്ട ആളുകളായിരുന്നു. വഹും യശ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വയുസല്ലൂന വയുഅദ്ദിനൂൻ. നബിയോടൊപ്പം വിശ്വസിക്കുകയും രണ്ട് സാക്ഷ്യവചനങ്ങളുടെ ഷഹാദത്ത് കലിമ ഉച്ചരിക്കുകയും നമസ്കരിക്കുകയും ബാങ്ക് കൊടുക്കുകയും അദാൻ നിർവഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന നബിയോടൊപ്പം വിശ്വസിച്ച ഗോത്രക്കാരാണ് ബനൂ ഹനീഫ ഗോത്രക്കാർ. ഈ ബനൂ ഹനീഫ ഗോത്രക്കാരോട് നബിന്റെ സഹാബത്ത് യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലുള്ള മറുപടി വിശദീകരിക്കുന്നുണ്ട്. ഇവരിപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂൽ അംഗീകരിച്ചു, ബാങ്ക് കൊടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. നബിന്റെ കൂടെ വിശ്വസിച്ച സഹാബികളിൽപ്പെട്ട ആളുകളാണ്. ഈ ആളുകളോട് യുദ്ധം ചെയ്ത് അവരെ കൊന്നത് നബിയിൽ വിശ്വസിച്ച വേറെ ഒരുപാട് സഹാബത്താണ്. അപ്പൊ ഈ സഹാബത്തിനെ കൊന്നോ? മുസ്ലിങ്ങളെ കൊന്നോ? അല്ല. ഇതൊക്കെ ഉണ്ടായിട്ടും അവരോട് യുദ്ധം ചെയ്ത് അവരെ കൊന്നത് ഇന്നഹും യശ്ഹദൂന അന്ന മുസൈലിമത നബിയ്യുൻ. അപ്പൊ എന്തിന് യുദ്ധം ചെയ്തു എന്ന് ചോദിച്ചാൽ കുറച്ച് വിവരമുള്ളവൻ പറയും, ഓല് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ ചൊല്ലി നിസ്കരിച്ചു ബാങ്ക് കൊടുത്തു, എന്നാലും മുസൈലിമ നബിയാണ് എന്നവർ വിശ്വസിച്ചിരുന്നു, അതുകൊണ്ടാണ് യുദ്ധം ചെയ്തത് എന്ന മറുപടി പറയും. അങ്ങനെ ഒരുത്തം പറഞ്ഞാൽ ഓനോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരുത്തം മറുപടി പറഞ്ഞാൽ എന്തായി? ഓൻ പരാജയപ്പെട്ടു. അങ്ങനെ അവന്റെ വാദം പൊളിഞ്ഞു. കാരണം എന്താ? നേരത്തെ എന്താ ചോദിച്ച്? ഞങ്ങളെ 2 സാക്ഷ്യവചനം ചൊല്ലിയിട്ടുണ്ട്, പിന്നെ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, അതൊക്കെ അജ്ജെടുക്കുന്നുണ്ട്, എന്നിട്ട് പിന്നെ ഞങ്ങളെങ്ങനെ കാഫറാവും എന്ന് ചോദിച്ചവനോട് ഈ ചോദ്യം ഇതൊക്കെ അംഗീകരിച്ച ബനൂ ഹനീഫക്കാരോട് എന്തിനാണ് സഹാബത്ത് യുദ്ധം ചെയ്തവരെ കൊന്നത്? അപ്പൊ ഈ കുബൂരി പറയും, അത് ഞങ്ങളെപ്പോലല്ല, ഓല് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മുസൈലിമ എന്ന് പറയുന്ന ആള് നബിയാണ് എന്ന് വാദിച്ചു വന്നപ്പോ അയാൾ നബിയാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. ഈ ബനൂ ഹനീഫക്കാർ എന്ന് പറഞ്ഞാൽ ബനൂ ഹനീഫക്കാരിൽപ്പെട്ട ആ ഗോത്രത്തിൽപ്പെട്ട ആളാണ് ആര്? മുസൈലിമ ഞാൻ നബിയാണ് എന്ന് വാദിച്ചു. കുൽന, അങ്ങനെ അവരോട് യുദ്ധം ചെയ്തത് മുസൈലിമ നബിയാണെന്ന് അവർ വിശ്വസിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് തിരിച്ചു ചോദിക്കാനുള്ള മറുപടി ഹാദാ ഹുവൽ മത്ലൂബ്, ഇത് തന്നെയാണ് നമ്മൾ തേടുന്ന കാര്യം. ഇത് പറഞ്ഞോടുകൂടി എന്റെ വാദം പോയി. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ഞങ്ങൾ മുശ്രിക്കുകളല്ല, കാരണം ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിട്ടുണ്ട്, നബിയെ അംഗീകരിച്ചിട്ടുണ്ട്, എല്ലാ അമലും ചെയ്യുന്നു എന്ന് പറയുന്നവൻ തന്നെയാണ് എന്ത് പറഞ്ഞത്? ഇതൊക്കെ അംഗീകരിക്കുന്ന ബനൂ ഹനീഫക്കാർ കാഫറായി. എന്താ കാരണം? മുസൈലിമ നബിയാന്ന് പറഞ്ഞു. അപ്പൊ ശൈഖ് പറയാൻ എന്റെ വാദത്തോട് കുളിഞ്ഞു, നമ്മൾ തേടിയതും നിന്റെ ഈ ഉത്തരമാണ്. ഇദാ കാന മൻ റഫഅ റജുലൻ ഫീ റുത്ബത്തിൻ നബിയ്യി കഫറ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഈ ബനൂ ഹനീഫക്കാരെ കാഫറായി പ്രഖ്യാപിച്ച് സഹാബത്ത് യുദ്ധം ചെയ്തത് എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യൻ, മുസൈലിമ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എന്താക്കിയില്ല? അള്ളാഹ് എന്ന് പറഞ്ഞോ? ഇല്ല. മുദബ്ബിറുൽ ആലമ എന്ന് പറഞ്ഞോ? ഇല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂഫികളെ കുറിച്ച് മനസ്സിലാക്കിയതുപോലെ ഗൗസുൽ ആലമാണ് എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഖുതുബുൽ അഖ്താബാണ് എന്ന് പറഞ്ഞോ? ഇതൊന്നും പറഞ്ഞില്ല. ഒരു മനുഷ്യനെ ലേശൊന്ന് കയറ്റി വെച്ചു, ഇയാൾക്ക് വഹി കിട്ടുന്നുണ്ട്, അയാൾ നബിയാണ്. അള്ളാഹ് എന്ന് പറഞ്ഞില്ല, റബ്ബാന്ന് പറഞ്ഞില്ല, ഖാലിഖാന്ന് പറഞ്ഞില്ല, ഇലാഹാണെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. മുസൈലിമ എന്ന് പറയുന്ന മനുഷ്യൻ നബിയാകുന്നു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ നബി അല്ലാത്ത ഒരാളെ നബിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ കാഫറായി. അവരോട് സഹാബത്ത് യുദ്ധം ചെയ്തു. കഫറ, ഒരു മനുഷ്യനെ പ്രവാചകത്വത്തിന്റെ പദവിയിലേക്ക് ഉയർത്തിയതുകൊണ്ട് അവർ കാഫറായി. വഹല്ല ദമുഹു വമാലുഹു, അവരുടെ ധനവും രക്തവും അനുവദനീയമായി. അതുകൊണ്ടാണല്ലോ പോയി യുദ്ധം ചെയ്തത്. വലം തംഫഉഹു അശ്ശഹാദത്താനി, ഇപ്പറഞ്ഞതിന്റെ പേരിൽ, ഏത് പറഞ്ഞതിന്റെ പേരിൽ? മുസൈലിമ എന്ന് പറയുന്ന മനുഷ്യൻ നബിയാണെന്ന് വാദിച്ചതുകൊണ്ട് അവരുടെ 2 സാക്ഷ്യങ്ങൾ കൊണ്ടും ഒരു ഉപകാരവും കിട്ടിയില്ല. മുസൈലിമ നബിയാണെന്ന് പറഞ്ഞവർ അവർക്ക് ഇതേ കാര്യം ചോദിച്ചൂടെ? ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുന്നു, മുഹമ്മദ് നബിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു, നബിനെ നിശ്ചയിച്ചിട്ടില്ല, മുഹമ്മദ് നബിയാണ്, ആ കൂട്ടത്തിൽ ഒരു നബി കൂടി ഉണ്ട്, മുസൈലിമ കൂടി, അത്രേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ കാഫറാകുമോ എന്ന് ചോദിക്കൂടെ? അപ്പൊ ശേഖ് പറഞ്ഞ മറുപടി എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായില്ല. വലസ്വലാത്തു, അവരുടെ നമസ്കാരം കൊണ്ടും ഒരു ഉപകാരവും ഉണ്ടായില്ല. എന്താ കാര്യം? മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയവൻ മുസൈലിമയെ കൂടി നബിയായി അംഗീകരിച്ചു. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് ബാത്തിലായി. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം ബാത്തിലാകാൻ കുറേ കാര്യം ചെയ്തോ? ഇല്ല. ഒരൊറ്റ
പക്ഷെ ഒരു നബിനെയും കൂടി കൂട്ടിയിട്ടേ ഉള്ളൂ. മുഹമ്മദ് നബിക്ക് ശേഷം മുസൈലിമയും നബിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഒരാള് നബിയാണ് എന്ന് വാദിച്ചത് കൊണ്ട് കാഫറായി സഹാബത്ത് പ്രഖ്യാപിച്ച് യുദ്ധം ചെയ്തെങ്കിൽ ഒരുത്തനെ ഇബാദത്തിന് അർഹനാണ് എന്ന് വിശ്വസിച്ചാൽ പിന്നെ എങ്ങനെ കാഫറാവാതിരിക്കുക? അതാണ് ഇവിടെ ചോദ്യം. മുസൈലിമ ഇലാഹാണ്, റബ്ബാണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ സി എം മടവൂര് മുദബ്ബിറുൽ ആലമാണെന്ന് പറയുന്നു. അബ്ദുൽ ഖാദർ ജീലാനി ഗൗസുൽ ആലമാണ്, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ് എന്ന് പറയുന്നു. ആകാശഭൂമികളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലാണെന്ന് വാദിക്കുന്നു. അർശും കുർസിയും അദ്ദേഹത്തിന്റെ കയ്യിലാണെന്ന് പറയുന്നു. ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ ഇതിലേതെങ്കിലും ഒരു കാര്യം വിശ്വസിക്കുന്നതോടൊപ്പം സി എം മടവൂര് മുദബ്ബിറുൽ ആലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം കൊണ്ട് 5 വഖ്ത് നിസ്കരിച്ചിട്ട് എല്ലാ കൊല്ലവും ഹജ്ജിന് പോയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അത് ബാത്തിലായി. ഫലം തൻഫഉഹു അശ്ശഹാദതാൻ വസ്ഫലസ്സലാ ഫകൈഫ ബിമൻ റഫഅ ശംസാന ഔ യൂസുഫ ഔ സഹാബിയൻ ഔ നബിയൻ ഫീ മർത്തബത്തി ജബ്ബാരി സമാവാതി വൽ അർദ് സുബ്ഹാനഹു മാ അഅളമ ശഅനഹു. ഇനി ശൈഖ് ചോദിക്കുകയാണ്, മുസൈലിമ എന്ന് പറയുന്ന സഹാബികളിൽപ്പെട്ട ഒരാളെ നബിയാണെന്ന് വാദിച്ചതുകൊണ്ട് അയാളും കാഫറായി, അയാളിൽ വിശ്വസിച്ച ആളുകളും കാഫറായി. സഹാബത്ത് യുദ്ധം ചെയ്തു അവരോട്. ഒരു സാധാരണക്കാരനാണോ? ഏതെങ്കിലും ഭ്രാന്തനാണോ? കുളിക്കാതെ നഖം നീട്ടി നടക്കുന്ന തുണിയെടുക്കാത്ത മനുഷ്യനാണോ? അന്നല്ല, സഹാബികളിൽപ്പെട്ട ഒരാളാണ്. ഇതൊക്കെ ഉണ്ട്. ആ ഒരു മുസൈലിമ നബിയാണെന്ന് വാദിച്ചതുകൊണ്ട് അദ്ദേഹവും വിശ്വസിച്ചവരും കാഫറായെങ്കിൽ ഫകൈഫ ബിമൻ റഫഅ ശംസാൻ, ശംസാനിനെയും യൂസുഫിനെയും, ശംസാൻ യൂസുഫ് ഇത് രണ്ടും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ പല ഔലിയപ്പാപ്പമാരെയും അവതരിപ്പിക്കുന്നത് പോലെ അക്കാലഘട്ടത്തിലെ ആളുകൾ സി എം മടവൂരിനെ പോലെ അവതരിപ്പിച്ച രണ്ടാളുകളാണ് ഷംസാൻ, യൂസുഫ്. അപ്പൊ ഈ ഷംസാൻ എന്ന് പറയുന്ന വ്യക്തിയെയും യൂസുഫ് എന്ന വ്യക്തിയെയും, ഇനി അതല്ല ഒരു സഹാബിയെ തന്നെ, അല്ല ഒരു നബിയെ തന്നെ, ഫീ മർത്തബത്തി ജബ്ബാരി സമാവാത്തി വൽ അർദി, ആകാശഭൂമികളുടെ ജബ്ബാറിന്റെ മർത്തബയിലേക്ക് ഉയർത്തിയാൽ പിന്നെ ഓന്റെ കഥ എന്താണ്? ഇവിടെ ഇപ്പൊ മുസൈലിമയും മുസൈലിമിന്റെ ആളുകളും കാഫറായത് എന്തുകൊണ്ടാ? റബ്ബാണെന്നോ ഖാലിഖാണെന്നോ ഇലാഹാണെന്നോ അള്ളാഹു ആണെന്നോ പറഞ്ഞതുകൊണ്ടാണോ? അല്ല. അത് ഒരു സഹാബിയിൽപ്പെട്ട ഒരാൾ നബിയാണെന്ന് വിശ്വസിച്ചതുകൊണ്ട് കാഫറായെങ്കിൽ ഈ ഷംസാനെ, യൂസുഫിനെ, സി എം മടവൂരിനെ, ജീലാനി, അല്ലെങ്കിൽ നാഗൂർപ്പാപ്പ, അജ്മീറിലെ മറ്റേ ഖോജ അല്ലെ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെയുള്ള ആളുകൾ ജബ്ബാർ സമാവാത്തി വല്ലാറുന്നു എന്നാ അള്ളാഹുവിന്റെ പദവിയിലാണ് എന്ന് വിശ്വസിച്ചാൽ പിന്നെ എങ്ങനെയാണ് മുശ്രിക്കാകാതിരിക്കുക? ജബ്ബാർ സമാവാത്തി വല്ല എന്നാൽ മുദബ്ബിറുൽ ആലം എന്നാലിയാണ് അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുക. നബിയെ അള്ളാഹുടെ സ്ഥാനത്തേക്ക് ഉയർത്തി. അബ്ദുൽ ഖാദർ ജീനാനിയെ നബിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. നബിനെ ആക്കിയ കഴിഞ്ഞ പ്രാവശ്യം ബുർദയിലെ ഒറ്റ വരി പറഞ്ഞിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ സി എം മടവൂർ, ഇങ്ങനെയുള്ള ആളുകളെ അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തുന്നു. നബിയുടെ പദവിയിലേക്ക് ഒരു മനുഷ്യനെ ഉയർത്തുന്നവൻ മുശ്രിക്കും കാഫറുമായി തീർന്നെങ്കിൽ, ഇങ്ങനെയുള്ള ആളുകളെ അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തുന്നവൻ പിന്നെ എങ്ങനെയാണ് കാഫറാകാതിരിക്കുക? സുബ്ഹാന മാ അഅളമ ശഅന, എത്ര ഭയങ്കരമായ കാര്യമാണ്. കദാലിക യത്ബഉല്ലാഹു അലാ ഖുലൂബിൽ ലദീന ലാ യഅലമൂൻ എന്നൊരു സൂറത്തുർ റൂമിലെ 59-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗം ഇവിടെ ശൈഖ് കൊണ്ടുവരാൻ. കദാലിക്, അപ്രകാരം, യത്ബഉല്ലാഹ്, അല്ലാഹു മുദ്ര വെക്കും, അലാ ഖുലൂബിൽ ലദീന ലാ യഅലമൂൻ, മനസ്സിലാക്കാത്തവരുടെ ഹൃദയത്തിന് അള്ളാഹു സീല് വെക്കും. അപ്പോൾ എന്താ പറഞ്ഞത്? വിവരം കിട്ടാത്തവർ, ബോധ്യപ്പെടാത്തവർ എന്നല്ല. അപ്പൊ നമ്മളെ നാട്ടിൽ ചില ആൾക്കാർ വാദിക്കുന്നങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ഇന്നതാണ് തൗഹീദ്, ഇന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞെടുത്തിട്ടും പോരാ. അവർക്ക് എന്ത് ചെയ്യണം? എന്താകണം? ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലേ മുസ്ലിം അല്ല എന്ന് പറയാൻ പറ്റുള്ളൂ, മുശ്രിക്കാണെന്ന് പറയാൻ പറ്റണം. ബോധ്യപ്പെടണം. അബൂജഹലിന് ബോധ്യപ്പെട്ടോ? അബൂലഹബിന് ബോധ്യപ്പെട്ടോ? മക്കയിലെ മുശ്രിക്ക് ബോധ്യപ്പെട്ടോ? എന്നാ പിന്നെ ഓൽക്കും ബോധ്യപ്പെട്ടില്ല, അവർക്ക് മുശ്രിക്കല്ല എന്ന് പറയാൻ പറ്റുമോ? മുസ്ലിമാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ അള്ളാഹ് എന്താ പറഞ്ഞത്? ബോധ്യപ്പെടുക എന്നല്ല, അല്ലദീന ലാ യഅലമൂൻ, മനസ്സിലാക്കാത്തവരുടെ ഹൃദയത്തിന് അള്ളാഹു മുദ്ര വെക്കും. മനസ്സിലാക്കേണ്ടിയ ഓന്റെ പണിയാണ്. മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താണ്. മനസ്സിലാകാവുന്ന രീതിയിൽ ഒരാൾക്ക് മനസ്സിലാകുന്ന ഭാഷ എന്താണോ, ആംഗ്യമാണെങ്കിൽ ആംഗ്യം, ഏത് രീതിയിലാണോ ആ രീതിയിൽ മനസ്സിലാകാവുന്ന കോലത്തിൽ പറഞ്ഞെടുത്തിട്ട് ഓൻ അംഗീകരിക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ അവൻ കാഫറാണ്. അത്തരം ആളുകളുടെ ഹൃദയത്തിന് അള്ളാഹു മുദ്ര വെച്ച് കളയുന്നു. അപ്പൊ ഇവിടെ ഒരു മുസൈലിമിന്റെ കാര്യം മാത്രമേ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഇതുപോലെ വേറെയും ചില ആളുകൾ അതിന്റെ നബിന്റെ കാലഘട്ടത്തിലും സിദ്ദീഖിന്റെ കാലഘട്ടത്തിലും ഒക്കെ വന്നത് ചരിത്രഗ്രന്ഥങ്ങളിൽ, ഹദീസുകളിലൊക്കെ നമുക്ക് കാണാം. ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ഇതേ കാര്യം ചെയ്യുന്ന ആരാണെങ്കിലും ശരി. ബനൂ ഹനീഫക്കാരോട് യുദ്ധം ചെയ്ത സംഭവം ബുഖാരി അടക്കമുള്ള ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. പിന്നെ പറഞ്ഞത് ഷംസാൻ, യൂസുഫ്, അത് ശൈഖിന്റെ കാലഘട്ടത്തിലുള്ളത്. നമ്മുടെ കാലഘട്ടത്തിലുള്ള നാട്ടിലുള്ള ആയിരക്കണക്കിന് ജാറങ്ങൾ, അതിൽ കിടക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരാളെ മനസ്സിലാത്താൽ മതി. ഒരുപാടുണ്ട് അല്ലെ, ഒരുപാട്, എല്ലാം മുക്കിന് ജാറങ്ങളാണ്. ഇനി
വയുഖാലു അയ്ളൻ. നാലാമത്തെ മറുപടി അല്ലദീന ഹറഖഹും അലി ഇബ്നു അബീ ത്വാലിബ് ബിന്നാർ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തീ കൊണ്ട് കരിച്ചു കളഞ്ഞ ആളുകൾ. അലിന്റെ കാലഘട്ടത്തിൽ ചില ആളുകളെ അലി റളിയല്ലാഹു അൻഹു ചുട്ടുകൊന്നു. കുല്ലുഹും യദ്ദഊനൽ ഇസ്ലാം. അലി റളിയല്ലാഹു അൻഹു ചുട്ടുകൊന്ന ആളുകൾ കാഫറുകളെയല്ല, മുസ്ലിങ്ങളാണെന്ന് വാദിച്ചവരായിരുന്നു അവർ. യദ്ദഊന അൽ ഇസ്ലാം, ഇസ്ലാമിനെ വാദിച്ചവർ, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞവർ. വഹും മിൻ അസ്ഹാബി അലിയിൻ റളിയല്ലാഹു അൻഹു. അവർ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആളുകളിൽപ്പെട്ടവരായിരുന്നു. അലിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ മിനൽ മുത്തശയ്യിഈൻ എന്നാണ്. അലിയുടെ കക്ഷിക്കാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഷിയാക്കൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറയുമ്പോ ഷിയാക്കളെ അലി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയതാണ്, അലിന്റെ പാർട്ടിയാണ്, അലി അംഗീകരിച്ചതാണ് എന്ന് മനസ്സിലാക്കരുത്. അലിന്റെ ആളുകൾ എന്നവർ അറിയപ്പെടുന്നത് കൊണ്ട് അതാണ് അലിയുടെ കക്ഷി. അതാണ് ഷിയഅത്തു അലി, അലിയുടെ കക്ഷി. അത് അലി റളിയല്ലാഹു ഉണ്ടാക്കിയതല്ല, അലി റളിയല്ലാഹു അംഗീകരിച്ചതല്ല, മറിച്ച് അലി റളിയല്ലാഹു അൻഹു അവരെ ചുട്ടുകൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു നബിയാകേണ്ടിയിരുന്നു, ഒന്നാമത്തെ ഖലീഫ അദ്ദേഹമാകേണ്ടിയിരുന്നു, വഹി അദ്ദേഹത്തിനായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. അതൊക്കെ വിട്ടിട്ട് അലി തന്നെയാണ് ഇലാഹ് എന്ന് വരെ അങ്ങനെ അലിയെ ആരാധിക്കുന്നതിലേക്ക് എത്തി കുറച്ചാളുകൾ. ആ ആളുകളെ കുറിച്ചാണ് ഇവിടെ മിൻ അസ്ഹാബി അലിയിൻ, അലിയിന്റെ ആളുകൾ എന്നാൽ അലിയന്റെ ആളുകളാണെന്ന് വാദിക്കുന്നവരിൽപ്പെട്ട കുറെ ആളുകളെ അലി റളിയല്ലാഹു അൻഹു ചുട്ടുകൊന്നു. അവർ മുസ്ലിങ്ങളായിരുന്നു, മുസ്ലിങ്ങളാണെന്ന് വാദിച്ചവരാണ്. വതഅല്ലമുൽ ഇൽമ മിനസ് സഹാബ. നേരത്തെ പറഞ്ഞ മുസൈലിമ സഹാബിയായിരുന്നു. ഈ പറയുന്ന ആളുകളോ അലി റളിയല്ലാഹു അൻഹു ചുട്ടുകൊന്ന ആളുകൾ സഹാബികളല്ല, താബീങ്ങളാണ്. കാരണം എന്താ? തഅല്ലമുൽ ഇൽമ, അവർ ദീൻ പഠിച്ചിട്ടുണ്ട്, മിനസ് സഹാബത്തി, സഹാബികളിൽ നിന്ന്. അപ്പൊ സഹാബികളെ കാണുകയും സഹാബികളിൽ നിന്ന് ദീൻ പഠിക്കുകയും ചെയ്ത താബീങ്ങളിൽപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിച്ച, അദ്ദേഹത്തിന്റെ ആളുകൾ എന്ന് വാദിച്ച, മുസ്ലിങ്ങളാണെന്ന് വാദിച്ച കുറെ ആളുകൾ, ആ ആളുകളെ അലി റളിയല്ലാഹു അൻഹു ചുട്ടുകൊന്നു. വലാകിൻ ഇഅ്തഖദു ഫി അലി റളിയല്ലാഹു അൻഹു മിത്ലൽ ഇഅ്തിഖാദി ഫി യൂസുഫ വശംസാന വഅംതാലിഹിമ. എന്താ ചുട്ടുകൊല്ലാൻ കാരണം? ഇവർ മുസ്ലിങ്ങളാണെന്ന് വാദിച്ചു, സഹാബികളിൽ ദീൻ പഠിച്ചു ഒക്കെ ചെയ്തു. പക്ഷേ അവർ അലിയിൽ വിശ്വസിച്ചത് എന്ത് വിശ്വാസമാണ്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യൂസുഫിന്റെ കാര്യത്തിലും ഷംസാന്റെ കാര്യത്തിലും അതുപോലുള്ള ആളുകളിലും ഷെയ്ഖിന്റെ കാലഘട്ടത്തിൽ ആളുകൾ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഷംസാനെയും യൂസുഫിനെയും അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി, അല്ലെങ്കിൽ ഇബാദത്തെടുക്കാൻ പറ്റുന്ന, ദുആ ചെയ്യാൻ പറ്റുന്ന, ആരാധിക്കപ്പെടാൻ പറ്റുന്ന ആളുകളാകണമെന്നു യൂസുഫ്, ഷംസാൻ എന്ന് ഷെയ്ഖിന്റെ കാലഘട്ടത്തിൽ ആളുകൾ വിശ്വസിച്ചു. ഇതേ വിശ്വാസം യൂസുഫിനെ കുറിച്ചും ഷംസാനെ കുറിച്ചും സി എം മടവൂരിനെ കുറിച്ചും അബ്ദുൽ ഖാദർ ജീലാനിയെ കുറിച്ചും റിഫായി ഷെയ്ഖിനെ കുറിച്ചും അമ്പർത്ത തങ്ങളെ കുറിച്ചും മുടങ്ങാക്കാട്ടിലെ പാപ്പനെ കുറിച്ചൊക്കെയുള്ള ഇന്നത്തെ ആളുകളുടെ വിശ്വാസം പോലെയുള്ള വിശ്വാസം അലിയുടെ കാര്യത്തിൽ അക്കാലത്തെ ആളുകൾക്കുണ്ടായി. അവരെ അലി അള്ളാഹുവിന് ചുട്ടുകൊന്നു. അപ്പൊ എന്താ? അലിന്റെ കാലഘട്ടത്തിൽ സഹാബികൾ വേറെയും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അവരൊക്കെ അംഗീകരിച്ച ഏകകണ്ഠമായ കാര്യമാണ് അലി റളിയല്ലാഹു അൻഹു തന്നെ ഇലാഹാകുന്നു എന്ന് വിശ്വസിച്ച ആളുകളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ടല്ലോ, മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിച്ചിട്ടുണ്ടല്ലോ, എന്നെ ഖലീഫയായി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, എന്നെ നിങ്ങൾ ഏറെ പ്രശംസിക്കുന്നുണ്ടല്ലോ, ഖുർആൻ അംഗീകരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങൾക്ക് ഉദ്റും ബിൽ ജഹലുണ്ട് എന്ന് പറഞ്ഞില്ല. ഇതൊക്കെ അംഗീകരിച്ചാൽ ഞാൻ എന്നോട് ദുആ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഗാഫറായില്ല എന്നും പറഞ്ഞില്ല. മറിച്ച് എന്താ അലി പറഞ്ഞത്? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്, എന്നെ ഖലീഫയെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ജബ്ബാറുസ് സമാവാതി വൽ അർദിന്റെ പദവിയിലേക്ക് നിങ്ങൾ എന്നെ ഉയർത്തി, അതുകൊണ്ട് നിങ്ങൾക്ക് ഉതിറില്ല, നിങ്ങൾ മുശ്രിക്കുകളാകുന്നു, നിങ്ങൾ കാഫറുകളാകുന്നു എന്നിട്ട് അവരെ കടങ്ങ് കുഴിച്ച് അതിലിട്ട് ചുട്ടുകൊന്നു ഞാൻ. അപ്പൊ എന്താ? ഇതാണ് മൂന്നാമത്തെ മറുപടി. ഫകൈഫ അജ്മഅ സഹാബത്തു അലാ ഖത്ലിഹിം വകുഫ്രിഹിം. ഇവിടെ സഹാബത്ത് എങ്ങനെയാണ് ഇജ്മാ ആയത്? ഈ ആളുകളെ കൊല്ലാനും അവർ കാഫറാണെന്ന് പ്രഖ്യാപിക്കാനും. ആരെ? താബീങ്ങളിൽപ്പെട്ട, സഹാബികളിലും ദീൻ പഠിച്ച, അലിയെ അംഗീകരിച്ച, രണ്ട് സാക്ഷ്യവചനങ്ങൾ ഉച്ചരിച്ച, മുസ്ലിങ്ങളാണെന്ന് വാദിച്ച ആളുകളെ കാഫറാണെന്ന് പ്രഖ്യാപിച്ചു. ഇതൊക്കെ ഉള്ളതോടൊപ്പം ഇവിടെ ഇപ്പൊ എന്തിനാ നമ്മൾ ഈ മറുപടി പറയുന്നത്? രണ്ട് സാക്ഷ്യവചനം അംഗീകരിക്കുകയും നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഹജ്ജ് ചെയ്യുകയും പരലോകമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ ദേശം ദുആ അല്ലാത്തവർ കൊടുത്താൽ എങ്ങനെയാണ് കാഫറാവുക എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ്. അതൊക്കെ ഉണ്ടായിട്ടും കാര്യമല്ല, അലിയെ ഇലാഹാക്കി. അപ്പൊ ആ ആളുകൾ കാഫറാണെന്ന് ആര് പ്രഖ്യാപിച്ചു? സഹാബികൾ പ്രഖ്യാപിച്ചു. ആ കാലഘട്ടത്തിലെ മറ്റ് താബീങ്ങളും പ്രഖ്യാപിച്ചു. അലി അള്ളാഹു അൻഹു ചെയ്തതിനെ ആരും എതിർത്തില്ല. ചെയ്ത് ചുട്ടുകൊന്നത് ശരിയാണല്ലോ എന്നുള്ളത് വേറെ വിഷയം. കൊന്നു. കൊല്ലാൻ കാരണം എന്താ? മുസ്ലിങ്ങളെ കൊല്ലുവോ? കെലിമയില്ലവരൊക്കെ മുസ്ലിമാണെങ്കിൽ കൊല്ലുവോ? ഇല്ല. കെലിമ ചൊല്ലിയിട്ടുണ്ട്, പക്ഷേ ശിർക്ക് ചെയ്തു, അപ്പൊ കാഫറാക്കി. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള 6922 നമ്പർ ഹദീസിൽ കാണാം. ഇത് മത്തനിലുള്ളതല്ല, ഇക്രിമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അലി റളിയല്ലാഹുവിന്റെ അടുക്കൽ ബിസനാദിഖത്തിൻ, ചില നിരീശ്വരവാദികളായ ആളുകളെ കൊണ്ടുവന്നു. ഈ ആളുകൾ കാഫറാണ് എന്നതിലും അവരെ കൊല്ലണം എന്നതിലും സഹാബത്ത് ഏകോപിച്ചു.
എന്നിട്ട് ഷെയ്ഖ് ചോദിക്കുകയാണ്, അതളുന്നൂന സഹാബത യുകഫിറൂനൽ മുസ്ലിമീൻ, സഹാബികൾ മുസ്ലിങ്ങളെ കൊല്ലുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അപ്പോ അലി ആരെ കൊന്നുവോ ആ ആളുകൾ ഇവരുടെ വാദമനുസരിച്ച് മുസ്ലിങ്ങളാണ്. കാരണം എന്താ, 2 ഷഹാദത്തും ചൊല്ലിയിട്ടുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളുണ്ട്, ഒരു കുഴപ്പമില്ല. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അലിയെ ഇലാഹാക്കി. അപ്പോ സഹാബികൾ മുസ്ലിങ്ങളെ കാഫറാക്കും എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അതൊരിക്കലുമില്ല, സഹാബികൾ അങ്ങനെ ചെയ്യുകയില്ല. അപ്പൊ ഇത് ഈ പറയുന്ന ന്യായം ഉന്നയിക്കുന്ന ആളുകളോടുള്ള ചോദ്യമാണ്. സഹാബികൾ അങ്ങനെ ചെയ്യോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അത് നിങ്ങൾ ചെയ്യുന്ന പണിയെടുത്തു. നിങ്ങൾ മനുഷ്യരിൽപ്പെട്ട ആളുകളെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ഷംസാനെയും യൂസുഫിനെയും അബ്ദുൽ ഖാദർ ജീലാനിയെയും CM മടവൂരിനെയും ഒക്കെ അങ്ങനെ അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തി ആരാധിക്കുന്നു. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവും അന്നത്തെ സഹാബികളും താബിഈങ്ങളും ഒക്കെ ഈ ആളുകളെ കാഫറാക്കുകയും അവരെ കൊല്ലുകയും ചെയ്തത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന തെളിവെന്താ? ഇതേ പണി നിങ്ങളെടുത്താൽ നിങ്ങളുടെ 2 ഷഹാദത്തും പൊളിഞ്ഞു പോകും. ഒരു ഇസ്ലാമിക ഭരണകൂടം, ഒരു തൗഹീദിന്റെ ഭരണകൂടം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെയും ഭരണകൂടം കാഫറായി പ്രഖ്യാപിച്ച് കൊല്ലുമായിരുന്നു. കാരണം നിങ്ങൾ ദീൻ മാറ്റിമറിച്ചവരാണ്. ഇവിടെ ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ കൊല്ലപ്പെടേണ്ടുന്ന അലി റളിയല്ലാഹു അൻഹു കൊന്നതുപോലെ എന്നാൽ ചുട്ടുകരിച്ചു കൊല്ലുന്നല്ല, കൊല്ലപ്പെടേണ്ട ആളുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും മുസ്ലിങ്ങളാണെന്ന് വാദിക്കുകയും എന്നിട്ട് അല്ലാഹുവിന് അല്ലാത്തവരോട് ദുആ ചെയ്ത് ശിർക്ക് ചെയ്ത് മുർത്തദ്ദാവുകയും ചെയ്തവർ. തൗഹീദിൽ വന്നതിന് ശേഷം ശിർക്കിലേക്ക് പോയാൽ, കുഫറിലേക്ക് പോയാൽ മുർത്തദ്ദായി. ജനിച്ചപ്പം തന്നെ ആ അവസ്ഥയിലാണെങ്കിലോ അത് വേറെ വിഷയമാണ്. ഇതിലേ അപ്പൊ ഇനി നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് ഇത് ചേർത്ത് പറഞ്ഞാൽ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നിങ്ങനെയുള്ള തൗഹീദിന്റെ താഴെയുള്ള ഓരോരോ കാര്യങ്ങൾ നിഷേധിച്ചാൽ തന്നെ കാഫറാകുമെന്ന് അംഗീകരിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അതിന്റെയൊക്കെ മീതെയുള്ള തൗഹീദിൽ വെള്ളം ചേർക്കുകയും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയും ചെയ്താൽ അവർ കാഫറാവുകയില്ല, മുർത്തദ്ദാവുകയില്ല, അവരെ മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? എന്നിട്ട് ശൈഖ് വീണ്ടും ചോദിക്കുകയാണ്, അതളുന്നൂനൽ ഇഅ്തിഖാദ ഫീ താജിൻ വ അംസാലിഹി ലാ യദുറു വൽ ഇഅ്തിഖാദു ഫീ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യുകഫിർ. 2 ചോദ്യമാണ്. ഒന്ന്, അലിയും സഹാബത്തും ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളും മുസ്ലിങ്ങളെ കാഫറാക്കി എന്ന് നിങ്ങൾ പറയുമോ? ഉണ്ടെങ്കിൽ പറയണം. ഇപ്പൊ ചിർക്ക് ചെയ്യുന്നവൻ മുശ്രിക്കാണ് എന്ന് പറയുന്നവരെ നിങ്ങൾ തൗഹീദ് മുസ്ലിങ്ങളെ കാഫറാക്കുന്നു, മുശ്രിക്കാക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ എന്തു പറയണം? അലി റളിയല്ലാഹു അൻഹും സഹാബത്തും മുസ്ലിങ്ങളെ എന്താക്കി? കാഫറാക്കി. ഇവിടുത്തെ ഖുറാഫി CM മടവൂരിനെ അല്ലെങ്കിൽ ജീലാനിയെ ഇലാഹാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട കാര്യമാണ്. ഭ്രാന്തന്മാരെന്നല്ല, സ്കരിക്കാത്ത കാഫറിനെയല്ല, തുണിയെടുക്കാത്തവനെയുമല്ല, കുളിക്കാത്തവനെയുമല്ല. ആരെയാണ്? 4ാം ഖലീഫയായ സഹാബികളിൽ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠരായ ഖുലഫാക്കളാണ്. അതിൽ 4ാമത്തെ ആളായ അലി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തോടാണ് ദുആ ചെയ്തത്. അവര് കാഫറായെങ്കിൽ ഈ ജാതി ഭ്രാന്തന്മാരോട് ദുആ ചെയ്യുന്നവൻ പിന്നെ എങ്ങനെ കാഫറാകാതിരിക്കും? അവർക്ക് പിന്നെ എങ്ങനെ ഉദറുണ്ടെന്ന് പറയാൻ പറ്റും? നീ ഉദറൊക്കെ അന്ന് അലി കൊടുക്കേണ്ടിരുന്ന സാധുക്കൾ, നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ച് നിങ്ങൾ സാധുക്കളാട്ടോ, നിങ്ങൾക്ക് തിരിയായിട്ടല്ലേ, നിങ്ങള് താബീങ്ങൾ തന്നെയാണ്, നിങ്ങളെ മുസ്ലിങ്ങൾ തന്നെ, നമുക്ക് നിങ്ങൾക്ക് എതിർന്നിട്ട് എതിറുമ്പിൽ ജഹൽ എന്ന് നമ്മളെ മുസ്ലിമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞോ? എന്നിട്ട് ശൈഖ് ചോദിക്കാൻ, സഹാബത്ത് മുസ്ലിങ്ങളെ കാഫറാക്കിയെന്ന് വിചാരിക്കുന്നുണ്ടോ? അടുത്ത ചോദ്യം, താജിനെ സംബന്ധിച്ചും താജിനെ പോലുള്ള ആളുകളെ സംബന്ധിച്ചുമുള്ള വിശ്വാസം ഒരു കുഴപ്പവും വരുത്തുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇവിടെ താജ് എന്ന് പറഞ്ഞാല് നേരത്തെ ഷംസാൻ, യൂസുഫ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലത്തെ പിന്നെ യമാമയിലെ ആളുകൾ ആരാധിച്ചിരുന്ന ഒരാളാണ്. യമാമയിലെ ആളുകൾ ആരാധിച്ചിരുന്ന ആളെ പേരാണ് താജ്. ഇദ്ദേഹത്തെക്കുറിച്ച് കുറെ വിശദീകരണങ്ങൾ കൊടുത്തു കാണാം. ഇയാളിങ്ങനെ ഇറങ്ങി നടക്കും ജനങ്ങളെ കൂടി. എന്തിനാണ്? അയാൾക്കുള്ള നേർച്ചകളൊക്കെ വാങ്ങാൻ. ഇത് പെട്ടിയച്ചല്ല, പെട്ടി ചിലപ്പം വേറെ ഉണ്ടാവും, ചത്തിയില്ലല്ലോ പെട്ടിയേക്കാൻ. അപ്പൊ ഇയാൾ ചെന്നിട്ട് ഇങ്ങനെ അയാൾക്കുള്ള നേർച്ചകളും കാര്യങ്ങളൊക്കെ അയാൾ വാങ്ങിക്കൊണ്ടുവരും. പിന്നെ ഈ നേർച്ചകൾ സ്വീകരിക്കുക, കുറെ പരിവാരങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മുഹമ്മദ് വഹാബിന്റെ അടുത്ത കാലഘട്ടത്തിൽ. ഇത് മാത്രല്ല, യഫ്അലു ഉമൂറൻ മുഖ്സിയ എന്നാണ്, വളരെ നിന്ദിച്ചു കളയുന്ന എന്നാൽ വളരെ മോശമാക്കി കളയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതിന്റെ അപ്പുറം ഫവാഹിഷ്, ഉഹ്ർ, ഫുജൂർ, തമ്മാടിത്തം, തോന്നിവാസം, അശ്ലീലം, ഇതൊക്കെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഷെയ്ഖിന്റെ പേരക്കുട്ടികളായ ആളുകൾ എഴുതിയിട്ടുള്ള റസായിലു വൽ മസായിലു അൻ-നജ്ദിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അത്രക്ക് വൃത്തികെട്ട, ഇന്നത്തെ പല തങ്ങന്മാരും ഔലിയാപ്പന്മാരായി പറയപ്പെടുന്ന അല്ലെങ്കിൽ പല ആളുകളും സമീപിക്കുന്നവരെ കുറിച്ച് ജാതി പെണ്ണ് കേസ്, പീഡന കേസ് പലതുണ്ടല്ലോ.
അപ്പൊ അതുപോലൊക്കെ ഇയാൾക്ക് ഈ താജിനുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ കാലഘട്ടത്തിലുള്ള തട്ടിപ്പ് വീരന്മാരെ പോലുള്ള ഒരാളാണ് ആര്? ഈ താജും. അപ്പോ വൽഇഅ്തിഖാദു ഫി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു യുകഫിർ, അലി റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്താൽ അതുകൊണ്ട് കാഫറായി തീരുമെന്നും, താജിനെ പോലെ, ശംസാനെ പോലെ, യൂസുഫിനെ പോലെ, സി എം മടവൂരിനെ പോലെയുള്ള ആളുകളോട് ദുആ ചെയ്താൽ കാഫറാവുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതും ആരോട്? സമസ്തക്കാരനോടുള്ള ചോദ്യമാണ്. സമസ്തക്കാരനെ മുസ്ലിമാക്കാൻ നടക്കുന്ന മുജാഹിദീങ്ങളോടും സലഫികളോടുള്ള ചോദ്യമാണ്. അലിനെ ഇലാഹാക്കിയവൻ കാഫറായി, എന്നാ ഭ്രാന്തനെ ഇലാഹാക്കിയവൻ കാഫറാവൂല എന്നല്ല ഇവര് പറയുന്ന അർത്ഥം അല്ലേ? അലിയെ ഇലാഹാക്കിയവൻ കാഫറായെങ്കിൽ ഉറപ്പാണ് ഭ്രാന്തന്മാരെ പിന്നെ ഇലാഹാക്കുന്നവൻ തീർച്ചയായും കാഫറാവും. കാരണം ഒന്നിനും പറ്റാത്ത, നേരത്തെ നമ്മള് ഇന്നത്തെ ആളുകൾ പണ്ടത്തേനേക്കാൾ കടുത്തവരാണ് എന്ന് പറയുന്ന ആദ്യം പറഞ്ഞ വിഷയത്തിൽ അത് വിശേഷിച്ചിട്ടുണ്ട്. ശിർക്ക് ചെയ്യാത്ത, പാപം ചെയ്യാത്ത, അള്ളാഹുവിന് മാത്രം കീഴ്പ്പെട്ട് നടക്കുന്ന ആളുകളെയാണ് ജാഹിലിയത്തിലെ ആളുകൾ ആരാധിച്ചത്. എന്നാൽ ഇന്നത്തെ ആളുകൾ ആരാധിക്കുന്നതോ ശിർക്കും ചെയ്യുന്നു, കുഫറും ചെയ്യുന്നു, തമ്മാടിത്തം ചെയ്യുന്നു, കക്കും ചെയ്യുന്നു, ആളുകളെ പോക്കറ്റടിക്കുന്നു, അല്ലെങ്കിൽ പൈസ വസൂലാക്കുന്നു, നിസ്കരിക്കുന്നില്ല, നോമ്പിൽ, അങ്ങനത്തെ ആളുകളെ, അപ്പൊ വളരെ വൃത്തികെട്ട മോശക്കാരായ ആളുകളെ ഇലാഹുകളായി മാറ്റുകയാണ്. വയുഖാലു ഐളൻ, അഞ്ചാമത്തെ മറുപടി, ബനൂ ഉബൈദിൻ അൽ ഖദ്ദാഹ് അല്ലദീന മലക്കുൽ മഗ്രിബ വ മിസ്ര ഫി സമനി ബനീൽ അബ്ബാസി ബനിൽ അബ്ബാസ് കുല്ലുഹും യശ്ഹദൂന ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹി വ യദ്ഊന അൽ ഇസ്ലാമ വ യുസല്ലൂന അൽ ജുമുഅ വൽ ജമാഅ. ഇനി ഇതുപോലെ വേറൊരു കൂട്ടം ആളുകൾ അലി അള്ളാന്റെ കാലം കഴിഞ്ഞ് അബ്ബാസി ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഈജിപ്തിലും മൊറോക്കോയിലും കുറച്ചു കാലം ഭരണം നടത്തിയ ബനൂ ഉബൈദിൽ ഖദ്ദാഹ് എന്ന് പറയുന്ന ആളുകൾ, വേറൊരു ഗോത്രം ബനൂ ഉബൈദില്ല എന്നാണ്. ഇതാണ് ഉബൈദിയാക്കൾ എന്ന് അറിയപ്പെടുന്നത്. ഇന്നത്തെ നബിദിനവുമായൊക്കെ ബന്ധപ്പെട്ട് നബിദിനം ആദ്യമായി കൊണ്ടാടിയ ഫാത്തിമിയാക്കൾ എന്ന് വാദിച്ചു വന്ന നിരീശ്വരവാദിയും അതുപോലെ തന്നെ ജൂതനുമായിരുന്ന ആളാണ്. അവരുടെ പാർട്ടിയാണ് എന്ത്? ഫാത്തിമിയാക്കൾ എന്നറിയപ്പെട്ടത്, ഉബൈദികൾ എന്നറിയപ്പെട്ടത്. അപ്പൊ ആ തരത്തിലുള്ള ആളുകൾ ഇവരെന്താണ്? എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ചിരുന്നു, മുസ്ലിങ്ങളാണെന്ന് വാദിച്ചിരുന്നു. ജുമാ അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരങ്ങൾ ഇതൊക്കെ നിർവഹിച്ചിരുന്നു. ഈ ആളുകൾ അപ്പൊ ഇവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് ഉണ്ട്, നിസ്കാരമുണ്ട്, ജുമാ ഉണ്ട്, ജമാഅത്തുണ്ട്, ഒക്കെ ഉണ്ട്. ഈ ആളുകൾ ഇവിടെ ഈ ഉബൈദ് എന്ന് പറയുന്ന ഉബൈദുള്ള, അതാള് വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി സ്വീകരിച്ചൊരു പേരാണെന്നാണ്, ശരിക്കുള്ള പേരതല്ല. പിന്നെ ഇവരിൽ തന്നെ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒന്ന് പച്ചക്കാഫറുകൾ, മുസ്ലിമേ അല്ല, മുസ്ലിമിന്റെ വേഷം കെട്ടി മുസ്ലിങ്ങളുടെ ഭരണം പിടിച്ച് മുസ്ലിങ്ങളായി നടന്ന് ജാറങ്ങൾ സൃഷ്ടിച്ച, ഒരുപാട് ജാറങ്ങൾ ഉണ്ടാക്കിയ അതിന്റെ ഉസ്താദുമാരാണ് ആര്? ഈ ഉബൈദിയാക്കൾ. അപ്പോ ഒരു കൂട്ടർ അങ്ങനെ ഉണ്ട്, ദീനേ ഇല്ല. വേറൊരു കൂട്ടർ ദീനുണ്ട്, എന്നാൽ ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തുകളും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു. രണ്ടു കൂട്ടർ അവരിൽ ഉണ്ടായിരുന്നു, രണ്ടു വിഭാഗക്കാരും. ഭൂരിപക്ഷവും എന്താണ്? കാഫറായ ആൾക്കാരാണ്, മുസ്ലിമേ അല്ല, മുസ്ലിം പേര് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ആളുകൾ കുറച്ചു കാലം ഭരണം നടത്തി. ഇതിന് ചില പണ്ഡിതന്മാർ ഷെയ്ഖിന്റെ വാചകത്തിന് ഒരു ചെറിയൊരു വിമർശനം പറഞ്ഞത് കാണാം. എന്ന് പറഞ്ഞാൽ ഉബൈദിയാക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ ഷെയ്ഖ് പറഞ്ഞതുപോലെ ആരല്ല? ഷാത്ത് ജില്ലിയവരോ മുസ്ലിങ്ങളോ അല്ല. കുറച്ചാളുകൾ അങ്ങനെ ഉണ്ട്, കുറച്ചാളുകൾ തീരെ ദീനില്ലാത്തവരാണ്. ഇനി ഒരു പക്ഷേ ഷെയ്ഖ് ഉദ്ദേശിച്ചത് പ്രത്യക്ഷത്തിൽ ഇവരാരാണ്? ഇവിടുത്തെ സമസ്തക്കാരെ പോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി ചെല്ലുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പൊൽക്കുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, മുസ്ലിങ്ങളായി നടക്കുന്നു, പക്ഷെ ഉള്ളിൽ തീരെ ഈമാനില്ല. വേറൊരു കൂട്ടര് പിന്നെ ഇതൊക്കെ ചെല്ലുകയും മുസ്ലിങ്ങളായി തന്നെ നടക്കുകയും എന്നാൽ ശിർക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. അപ്പൊ രണ്ടിനെയും കൂടി പരിഗണിച്ചുകൊണ്ടാകാം ഷെയ്ഖ് ഒരു പക്ഷേ കുല്ലുഹും യശ്ഹദൂന, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നു, മുസ്ലിങ്ങളാണെന്ന് വാദിക്കുന്നു, നമസ്കാരം ജമാഅത്ത് നിർവഹിക്കുന്നു, ജുമാ നിർവഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഏതായാലും ഷെയ്ഖ് ഉപയോഗിച്ച വാക്കതാണ്. ഈ ആളുകൾ അവരിതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ എന്തായി തീർന്നു? ഈ ആളുകളോട് ഫലമ്മ അൽഹറു മുഖാലഫത്ത ശരിയ ഫിയസിയ ദൂനമാനഹ്നുബി, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽപ്പെട്ടതല്ലാത്ത ചില വിഷയങ്ങളിൽ ഇസ്ലാമിക നിയമത്തോട് അവർ എതിർ പ്രഖ്യാപിച്ചപ്പോൾ, എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ശിർക്കല്ലാത്ത ചില കാര്യങ്ങൾ അവരിൽ ചില ആളുകൾ ചെയ്തു. അപ്പൊ അജ്മഅൽ ഉലമാ അലാ കുഫ്രിഹിം വഖിതാലിഹിം, അവർ കാഫറാണെന്നും അവരോട് യുദ്ധം ചെയ്യണമെന്നും അന്നത്തെ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഏകകണ്ഠമായി പ്രഖ്യാപിക്കുകയും വഅന്ന ബിലാദഹും ബിലാദു ഹർബിൻ, ഇവർ പിടിച്ചടക്കിയിട്ടുള്ള ഈജിപ്തിന്റെ പഴയ ചരിത്രം വായിച്ചു നോക്കിയാൽ അറിയാം. ഈജിപ്ത് കാണുന്ന പള്ളികൾ, അതുപോലെ തന്നെ ആ പള്ളികളിലുള്ള കലകൾ, അവിടെ ഉണ്ടാക്കപ്പെട്ട ജാറങ്ങൾ, ഇതൊക്കെ ഈ ജാതി ആളുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ഇവരുടെ നാട്, ഈ നാടുകൾ കുഫറിന്റെ നാടാണ്, ഹർബിന്റെ നാടാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ആളുകളുടെ നാടാണ്, കുഫറിന്റെ നാടാണ് എന്ന് പ്രഖ്യാപിക്കുകയും വഗസാഹുമുൽ മുസ്ലിമൂൻ, അക്കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ ഇവരെ കാഫറായും അവരുടെ നാട് കുഫറിന്റെ ഹർബിന്റെ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്ന നാടായും പ്രഖ്യാപിച്ചുകൊണ്ട് അവരോട് യുദ്ധം ചെയ്തു.
ഹത്തസ്തൻഖദൂ മാ ബിഐദിഹിം മിൻ ബുൽദാനിൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് അവരുടെ കയ്യിലുള്ളതെന്തോ അത് ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്ത് പിടിച്ചടക്കി എന്ന് പറഞ്ഞാൽ ഈ ബനൂ ഉബൈദ് വിഭാഗക്കാരുടെ ഉബൈദിയാക്കളുടെ കയ്യിൽ പെട്ട മൊറോക്കോ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ അക്കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്ത് തിരിച്ചുപിടിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് തിരിച്ചുപിടിച്ചത്? മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്തതാണോ? അല്ല. അതാണ് ഇപ്പോൾ വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ, മുഹമ്മദ് റസൂൽ ചൊല്ലിയ, നമസ്കരിക്കുന്ന, ജമാഅത്ത് നിർവഹിക്കുന്ന മുസ്ലിങ്ങളാണെന്ന് വാദിക്കുന്ന ആളുകളോടാണ് അക്കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തിയത്, ആ നാട് തിരിച്ചുപിടിച്ചത്. അതെന്തുകൊണ്ടാ? ഇവരിതൊക്കെ പറഞ്ഞു. അതോടൊപ്പം എന്ത് ചെയ്തു? ചില കാര്യങ്ങളിൽ മതത്തിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചു, കുഫ്റാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അപ്പൊ ഇവിടെ എന്താ മറുപടി? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ ഉണ്ട്. പക്ഷേ ദീനിന്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വേറെ ചില കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് അവർ കാഫറായി. അപ്പൊ ഈ ഖുബൂരി ചോദിക്കുന്നത് പോലെ, അതുപോലെ തന്നെ ഉദുറുബൽ ജഹലിന്റെ ആളുകൾ ചോദിക്കുന്നത് പോലെ, ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെ എങ്ങനെയാണ് നമ്മളോലെ കാഫറാക്കുക എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ്. അബൂ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധം, അലിന്റെ കാലഘട്ടത്തിൽ കാഫറാക്കി പ്രഖ്യാപിച്ച് യുദ്ധം ചെയ്തത്, അബ്ബാസി ഖിലാഫത്തിന്റെ ഘട്ടങ്ങൾ ഈ അബ്ബാസിയാക്കളിൽപ്പെട്ട ഈ വിഭാഗത്തെ ആളുകളെ, ഉബൈദിയാക്കളായ ആളുകളെ, അവർക്കെതിരിൽ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്ത് പിടിച്ചടക്കി രാജ്യത്തെ രക്ഷപ്പെടുത്തിയത് എന്തിന്റെ പേരിലാണ്? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വാക്കുകൊണ്ട് അംഗീകരിക്കാത്തത് കൊണ്ടോ, മുസ്ലിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ ചെയ്യാത്തത് കൊണ്ടോ ആയിരുന്നില്ല. പിന്നെന്താണ്? അതിന് വിരുദ്ധമായി അവരിൽ നിന്ന് കുഫറിന്റെ, ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നതാണ്. അതുകൊണ്ട് അവരെ കാഫറുകളായി പ്രഖ്യാപിച്ചു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ 2 സംശയങ്ങൾ ചോദിച്ചിരുന്നു. സൂറത്തുൽ ഹുജറാത്തിലെ 14-ാമത്തെ ആയത്ത്, ഖാലത്തിൽ അഅറാബു ആമന്ന ഖുല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന എന്ന് പറയുന്ന ആയത്ത് നമ്മുടെ നാട്ടിലുള്ള ശിർക്ക് ചെയ്യുന്ന ഖുബൂരികളായ ആളുകളെ മുസ്ലിമായി മനസ്സിലാക്കാൻ തെളിവല്ലേ എന്നാണത്രേ ആ ആയത്ത് ഉന്നയിച്ചുകൊണ്ട് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ചില ആളുകൾ കാലത്തിൽ അഅറാബു ആമന്ന, അഅറാബികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാന്റെ മറുപടി, നബിയെ പറയുക, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടില്ല, വലാകിൻ ഖൂലു അസ്ലംന, എന്നാൽ ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയോട് കൽപ്പിക്കാൻ. എന്നിട്ടെന്താ പറയണത്? വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നു കയറിയിട്ടേയില്ല. എന്റെ ബാക്കി പിന്നെ പറയുന്നുണ്ട്, വിശ്വാസികളാകുകയാണെങ്കിൽ നിങ്ങൾക്കൊത്തും അള്ളാഹു കുറവ് വരുത്തുകയില്ല, അള്ളാഹു പൊറുക്കുന്നവനും കരുണയുന്നവരുമാണ്. അപ്പൊ ചോദ്യത്തിന് മറുപടിക്ക് ഇത് മതി. അപ്പൊ അറാബികളിൽ പെട്ട ചില ആളുകൾ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. അതിന് അള്ളാഹു മറുപടി പറയുന്നു, ഞങ്ങൾ മുഅ്മിനുകളാണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല, ഞങ്ങൾ അസ്ലംന, കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. കാരണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നു വന്നിട്ടില്ല. അപ്പൊ ഇവിടെ എന്താ? 2 പ്രയോഗമാണ്. ആമന്ന, ഞങ്ങൾ ഈമാൻ കൊണ്ടു എന്ന് നിങ്ങൾ പറയണ്ട, ഞങ്ങൾ ഇസ്ലാം കൊണ്ടു എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ നാട്ടിലെ ഖുബൂരികളായ ആളുകൾ, സമസ്തക്കാര് ശിർക്ക് ചെയ്യുന്നു. അവര് മുഅ്മിനുകളാണ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞുകൂടെ? അതാണ് ചോദ്യം. മനസ്സിലായില്ലേ? ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് നിങ്ങൾ പറയണ്ട, ഞങ്ങൾ അസ്ലംന. അപ്പോ മുഅ്മിൻ അല്ലെങ്കിലും പൊതു മുസ്ലിം എന്താണ്? വലിയ വട്ടമുണ്ടല്ലോ, എല്ലാം പിടിച്ചിടാൻ പറ്റിയ വലിയ വട്ടം ഉണ്ടെങ്കിൽ ആ വലിയ വട്ടത്തിന്റെ ഉള്ളിൽ ചേർത്തിട്ട് ഇവർ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൂടെ എന്നാണ്. അങ്ങനെ ഒരു ന്യായവും ഈ ആയത്തിൽ നിന്ന് കിട്ടുകയില്ല. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. പക്ഷേ ഖുസൈമീന്റെ തഫ്സീറിൽ പരിശോധിച്ചാൽ കാണാം, ഇവിടെ 2 വിധത്തിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഒന്ന്, ആമന്ന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് കപടവിശ്വാസികളായിരുന്നു. അറാബികളിൽപ്പെട്ട ചില കപടവിശ്വാസികൾ വന്നിട്ട് പറയാണ് ഞങ്ങൾ മുഅ്മിനുകളായിട്ടുണ്ട്. അപ്പൊ അവരോട് മറുപടി എന്താണ്? നിങ്ങൾ അസ്ലംന, ഞങ്ങൾ ഇസ്ലാം കൊണ്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ എന്നല്ല. പിന്നെന്താണ്? കീഴ്പ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇനി വേണ്ട, മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏതർത്ഥത്തിലാണ്? ഇവർ കപടന്മാരെ നബി എന്തായിട്ടാ പരിഗണിച്ചത്? മുസ്ലിങ്ങളായിട്ടാ പരിഗണിച്ചത്. കാരണം എന്താ? മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നടക്കുന്നു, മുസ്ലിങ്ങളാണെന്ന് വാദിക്കുന്നു, പള്ളിയിലിരുന്നു നിസ്കരിക്കുന്നു ഒക്കെ ഉണ്ട്. അവർ മുസ്ലിം സമൂഹത്തിൽ പ്രത്യക്ഷത്തിൽ എങ്ങനെയാണ്? അപ്പൊ നിങ്ങൾ പ്രത്യക്ഷത്തിൽ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് നിങ്ങൾ പറഞ്ഞ അവിടെ നിന്നാ മതി. നിങ്ങളെ ഹൃദയത്തിലേക്ക് എന്ത് കടന്നിട്ടില്ല? ഈമാൻ കടന്നില്ല. ഈമാൻ നിങ്ങളെ മനസ്സിലില്ല. കാരണം നിങ്ങൾ ഉള്ളിൽ കുഫറാണ്, എന്നാൽ നിങ്ങൾ പുറത്ത് മുസ്ലിങ്ങൾ നടക്കുന്നത്. അപ്പൊ അത് അസ്ലംന എന്ന് പറഞ്ഞാൽ മതി, ആമന്ന എന്ന് പറഞ്ഞ് നിങ്ങൾ വാദിക്കേണ്ടതില്ല. രണ്ടാമത്തെ വീക്ഷണം എന്താന്ന് വെച്ചാൽ, ഇവർ മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. ഈ പറഞ്ഞ ആളുകൾ മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷേ അവരുടെ ഈമാൻ പരിപൂർണ വിശ്വാസിയല്ല. ചെറിയ തകരാറുകളൊക്കെ അവരിലുണ്ട്. അപ്പൊ നിങ്ങൾ പരിപൂർണ മുസ്ലിമാണ് എന്ന് പറയേണ്ടതില്ല, മറിച്ച് അസ്ലംന, ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഈമാൻ പൂർണ്ണമായി എന്ന് പറയേണ്ടതില്ല. ഇങ്ങനെ 2 തലക്ക്, ഒന്നുകിൽ ദുർബല വിശ്വാസികളായ മുസ്ലിങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഉള്ളിൽ കുഫർ വെച്ച് നടക്കുന്ന മുസ്ലിങ്ങളോടൊപ്പം നടന്ന മുനാഫിക്കുകളോടുള്ള മറുപടിയാണ്. എന്നാൽ ഇതിൽ നിന്ന് എന്ത് കിട്ടൂല?
ശിർക്ക് ചെയ്യുന്ന മുസ്ലിമാണെന്ന് പറ്റൂല. കാരണം എന്താ? അവിടെ തന്നെ ഖുർആൻ പറഞ്ഞു, വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ വന്നിട്ടേയില്ല എന്ന് പറഞ്ഞാൽ കപടന്മാരെ കുറിച്ച് പറഞ്ഞതാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനില്ല, ഈമാനില്ലാത്ത മുസ്ലിമാകുമോ? ഇല്ല. അപ്പൊ അവിടെ അസ്ലം എന്നാ ഞങ്ങൾ കീഴ്പ്പെട്ടു, പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കീഴ്പ്പെട്ട ആൾക്കാരായി നടക്കുന്നു. ഇനി മുസ്ലിങ്ങളിൽപ്പെട്ട ദുർബല വിശ്വാസികളായ ആളുകളെ കുറിച്ചാണെങ്കിൽ അവിടെ എന്താ അർത്ഥം? വലമ്മാ യദ്ഖുലിൽ ഈമാന ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ പൂർണ്ണമായി പ്രവേശിച്ചിട്ടില്ല, പരിപൂർണ വിശ്വാസിയല്ല. അപ്പൊ അതിലൊന്നും എന്ത് കിട്ടൂല? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനെ മുസ്ലിമായി അംഗീകരിക്കാൻ പറ്റും എന്നതിന് അതിൽ ഒരിക്കലും കിട്ടൂല. കാരണം ഇവിടെ അടിസ്ഥാനം തന്നെയല്ല. പിന്നെ കപടവിശ്വാസികളെ കുറിച്ച് അത് വേറെ വിഷയമാണ്. കപടവിശ്വാസികൾ നബിക്കറിയാം ഇവര് മുസ്ലിങ്ങളല്ല. ഖുർആൻ തന്നെ വന്നിട്ടുണ്ടല്ലോ. ഖുർആനിൽ തന്നെ കപടവിശ്വാസികളെ കുറിച്ച് നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നബി അവരെ മുസ്ലിങ്ങളായി പരിഗണിച്ചു. അത് കപടന്മാരായതുകൊണ്ട് ഇവര് സമസ്തക്കാൻ കപടനാ അല്ല. ഒരു ഞങ്ങൾ ഒറിജിനൽ മുസ്ലിം ആണെന്ന് പറയണത്. ഒറിജിനൽ വിശ്വാസി ഓരാണ്. നമ്മൾ വിധൈകളും ഇസ്ലാമെന്ന് പുറത്തു നോക്കാണ്. ഓലാണ് ഒറിജിനൽ വിശ്വാസി. മറ്റൊരു ഇവിടെ നിന്നിട്ടതും അപ്പുറത്തേക്കും മറ്റും പറയും. അപ്പൊ അപ്പറഞ്ഞത് ഒരിക്കലും അടിസ്ഥാനമില്ലാത്ത തൗഹീദിന്റെ വൃത്തത്തിന് പുറത്തുക്കുന്ന ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ തെളിവല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ 5 മറുപടി ഇവിടെ വായിച്ചു. ആ 5 മറുപടി കിട്ടുന്നത് തന്നെ